മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. കാണാമല്ലോ അല്ലേ? കാണുകയും കേൾക്കുകയും ചെയ്യാമല്ലോ. കാണുകയും കേൾക്കുകയും ചെയ്യാം സാറേ, കാണുകയും കേൾക്കുകയും ചെയ്യാം. ശരി, ഓക്കെ. കാണാം സാർ, നമസ്കാരം. ഓക്കെ, നമസ്കാരം. ഇത് സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റിനെ കാണാമോ? ഹലോ സാറേ, സ്ക്രീൻ വന്നില്ല. നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ഇപ്പൊ കാണാമോ? കാണാം സാറേ, കാണാം. ഓക്കെ. സ്ക്രീൻ കണ്ടല്ലോ സാർ. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഇല്ലേ? ഇല്ല. എനിക്ക് കാണാമല്ലോ സാറേ, ഞങ്ങൾക്കൊക്കെ കാണാം. നമുക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞേ. കാണാം സാറേ, കാണാം, മോള് കാണാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു പ്രാർത്ഥന കൂടി തുടങ്ങാം. ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥാ നാരദോ നഗ്നജിത്സൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. ഇരിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തു. റിവിഷൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ തുടങ്ങിയായിരുന്നു അല്ലേ? ആരെങ്കിലും അൺമ്യൂട്ട് പറയാം. തുടങ്ങി, റിവിഷൻ തുടങ്ങി. ഒരു 4 കെട്ടിന്റെ ഇതും കഴിഞ്ഞു. അത് കഴിഞ്ഞ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. അത് 4 കെട്ടിലാണോ പ്രോബ്ലം തന്നിട്ടുള്ളത്? അതെ. ഏതായിരുന്നു പ്രോബ്ലം? വായിക്കോ. 6K 6 കോൽ 6 അങ്കുലം തെക്കിന് ശാലാവിസ്താരവും 4 കോൽ 2 അങ്കുലം കിഴക്കിന് ശാലാവിസ്താരവുമുള്ള ഒരു 4 കെട്ടിന്റെ അങ്കണ ദീർഘം 10 കോല് 10 അങ്കുലം, അങ്കണ വിസ്താരം 9 കോൽ 18 അങ്കുലം ആണെങ്കിൽ പ്രസ്തുത 4 കെട്ടിന് ഏറ്റവും യോജിച്ച തെക്കിന് ശാലാവിസ്താരവും തെക്കിന് ദീർഘവും തെക്കിന് ശാലയുടെ കിഴക്കു വശത്തും പടിഞ്ഞാറ് വശത്തുമുള്ള അന്തരാളങ്ങളുടെ വിസ്താരവും കാണുക. ഓക്കെ. അപ്പൊ അത് ചെയ്ത് നോക്കിയോ? ഞാൻ ചെയ്തു നോക്കിയായിരുന്നു. തെക്കിന് ശാലാ വിസ്താരം തന്നിട്ടുണ്ടല്ലോ. തെക്കിനി ശാല വിസ്താരം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. തെക്കിനി ശാലയുടെ ഇത് കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ദീർഘവും ചുറ്റളവും കാണാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ? ഞാൻ നോക്കട്ടെ ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. ഇത് കാണും.
തെക്കിനി ഈ ക്വസ്റ്റ്യൻ ആയി തോന്നുന്നു അല്ലേ? 6 കോൽ 6 അങ്കുലം തെക്കിനി ശാല വിസ്താരവും യെസ് 4 കോൽ 2 അങ്കുലം കിഴക്കിനി ശാല വിസ്താരവും ഒരു 4 കെട്ടിന്റെ അങ്കണ ദീർഘം തന്നിട്ടുണ്ട്, അങ്കണ വിസ്താരം തന്നിട്ടുണ്ട്. ആണെങ്കിൽ പ്രസ്തുത 4 കെട്ടിന് ഏറ്റവും യോജിച്ച തെക്കിനി ശാലയുടെ ചുറ്റളവും തെക്കിനി ശാലയുടെ ദീർഘവും തെക്കിനി ശാലയുടെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുമുള്ള അന്തരാളങ്ങളുടെ വിസ്താരവും കാണുക. അതല്ലേ ക്വസ്റ്റ്യൻ? അതെ അത് തന്നെ എത്ര പേര് ചെയ്തു? ഞാൻ ചെയ്തു. അതുകൊണ്ട് ക്ലിയർ കറക്റ്റ് ആണോ എന്ന് അറിയില്ല. അത് നോക്കാം. വേറെ ആരെങ്കിലും ചെയ്തവരുണ്ടോ? ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം അതിൻ്റെ ഒരു ഇങ്ങനെ ഇത് വരച്ചിട്ട് തെക്കിനി ശാല വിസ്താരം ഇവിടെ 3 കാണിച്ചിരിക്കുന്നതാണ് തെക്കിനി ശാല വിസ്താരം. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ 4 പറഞ്ഞിരിക്കുന്ന കിഴക്കിനി ശാല വിസ്താരം, അതും ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ തെക്കിനി ശാല വിസ്താരം 6 കോൽ 6 അങ്കുലം, കിഴക്കിനി ശാല വിസ്താരം 4 കോൽ 2 അങ്കുലം. അപ്പോൾ ഈ 3 എഴുതിയേക്കുന്നത് 6 കോൽ 6 അങ്കുലമാണ്, അത് തെക്കിനി ശാല വിസ്താരം. 4 എഴുതിയേക്കുന്ന കിഴക്കിനി ശാല വിസ്താരം, അത് 4 കോൽ 2 അങ്കുലം. അങ്കണ ദീർഘം എന്ന് പറഞ്ഞേക്കുന്നതാണ് നമുക്ക് 2 എഴുതിയേക്കുന്നത്. തെക്കോടക്കാണ് അങ്കണ ദീർഘം. ആ 2 എഴുതിയേക്കുന്നത് 10 കോൽ 10 അങ്കുലം. ഒരു അങ്കണ വിസ്താരം എന്ന് പറഞ്ഞാൽ 5 എഴുതിയേക്കുന്നതാണ്, അതാണ് അങ്കണ വിസ്താരം. അത് 9 കോൽ 18 അങ്കുലം. അത് അന്തരാള വിസ്താരം നമ്മളപ്പോൾ ചെയ്യുമ്പോഴേ നമ്മൾ സെക്കൻഡ് അപ്പോൾ ഈ പടം വരച്ചോളൂ. ഈ പടം ആദ്യം വരയ്ക്കുക. പടം വരച്ചു കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയുക. സ്റ്റെപ്പ് എഴുതിയേക്കുന്ന പിന്നെ എഴുതാം. ആദ്യം ആ പടം വരയ്ക്കുക. കഴിഞ്ഞോ? പെട്ടെന്ന് വേണം. നോക്കിക്കൊണ്ട് വന്നവർക്ക് എളുപ്പമായിരിക്കും. ഇതിൽ 1 കാണിച്ചിരിക്കുന്നതും 6 കാണിച്ചിരിക്കുന്നതും വരയ്ക്കണമെന്നില്ല. ഇവിടെ വേറെ പ്രവർത്തന കാണിച്ചത് 1 കാണിച്ചിരിക്കുന്ന വടക്കിനി ശാല വിസ്താരമാണ്, 6 കാണിച്ചിരിക്കുന്ന പടിഞ്ഞാറിനി ശാല വിസ്താരമാണ്. അതുകൊണ്ട് ഇപ്പം കാണിക്കണമെന്നില്ല. മറ്റേതൊക്കെ ആവശ്യം വരും. അതായത് 3 എഴുതിയിരിക്കുന്ന തെക്കിനി 1 6 കാണിക്കണമെന്നില്ല. ഒന്ന് വടക്കിനി ശാലയും 6 പടിഞ്ഞാറിനി ശാലയും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് വേറൊരു പ്രോബ്ലത്തിനോട് ഒരുമിച്ചാണ് ആ പടം കാണിച്ചതേ ഉള്ളൂ. പടം വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആദ്യം എഴുതുക. സ്റ്റെപ്പ് തെക്കിനി ശാല വിസ്താരം 6 കോൽ 6 അങ്കുലം എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതാദ്യം എഴുതാം, എഴുതിക്കൊള്ളുക. ഈ പടം വരച്ചു കഴിഞ്ഞിട്ട് അത് എഴുതിക്കൊള്ളുക. തെക്കിനി ശാല വിസ്താരം 6 കോൽ 6 അങ്കുലം, അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പും ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്, അതും എഴുതാം. കിഴക്കിനി ശാല വിസ്താരം 4 കോൽ 2 അങ്കുലം. കിഴക്കിനി ശാല വിസ്താരം സമം 4 കോൽ 2 അങ്കുലം, അതും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. എഴുതെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത് അങ്കണ ദീർഘം 10 കോൽ 10 അങ്കുലം, അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്കണ ദീർഘം 10 കോൽ 10 അങ്കുലം, അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് അങ്കണ വിസ്താരം 9 കോൽ 18 അങ്കുലം, അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്കണ ദീർഘം എന്ന് പറയുന്നത് തെക്ക് വടക്കാണ്, അതായത് 2 എഴുതിയേക്കുന്നതാണ് അങ്കണ ദീർഘം. അങ്കണ വിസ്താരം എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറാണ്, ഇവിടെ 5 എഴുതിയേക്കുന്നതാണ് അങ്കണ വിസ്താരം. അത്രേ. അപ്പോൾ തെക്കിനി ശാല വിസ്താരം, കിഴക്കിനി ശാല വിസ്താരം, അങ്കണ ദീർഘം, അങ്കണ വിസ്താരം ഇത്രയും എഴുതുന്നതായിരിക്കുന്നു.
അടുത്ത എഴുതാൻ പറയട്ടെ, അത് ഇത്രയും മാത്രം എഴുതിയിട്ട് നിർത്തുക, പറഞ്ഞിട്ട് എഴുതാം. ആദ്യത്തെ 4 സ്റ്റെപ്പ് എഴുതുന്നതായിരിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് നമുക്ക് പിന്നെ ഒരു അന്തരാളത്തിന്റെ വിസ്താരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ശാലാവിസ്താരത്തിന്റെ ഉദ്ദേശം 6-1, അപ്രോക്സിമേറ്റ്ലി 6-1, കറക്റ്റ് 6-1 വേണമെന്ന് നിർബന്ധമല്ല, ഉദ്ദേശം 6-1. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇതിനൊക്കെ ചെയ്തു തുടങ്ങിയത്. ടെക്നിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണുമ്പോൾ അന്തരാള വിസ്താരം ശാലാവിസ്താരത്തിന്റെ 6-1 എടുക്കുക. അപ്രോക്സിമേറ്റ്ലി 1/6 ആയിരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 കോൽ 6 അങ്കുലമാണ് തെക്കിനി ശാലാവിസ്താരം തന്നേക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ശാലാവിസ്താരം തെക്കിനിയുടെയാണ്. അത് 6 കോൽ 6 അങ്കുലം. അതിന്റെ 6-1 എന്ന് പറഞ്ഞാൽ 1 കോൽ 1 അങ്കുലം എന്ന് വരും. 6 കോൽ 6 അങ്കുലത്തിന്റെ 1/6 എടുക്കുമ്പോൾ 1 കോൽ 1 അങ്കുലം. അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അന്തരാള വിസ്താരം ശാലാവിസ്താരത്തിന്റെ 6-1 എടുത്താൽ എഴുതിക്കൊള്ളു. അന്തരാള വിസ്താരം ശാലാവിസ്താരത്തിന്റെ 6-1 എടുത്താൽ അന്തരാള വിസ്താരം സമം 1 കോൽ 1 അങ്കുലം. ആ 1 കോൽ 1 അങ്കുലം എന്നുള്ള നമുക്ക് കുറച്ചുകൂടെ അപ്രോക്സിമേറ്റ് എടുക്കുന്നതാണ്, അതുകൊണ്ട് കറക്റ്റ് അല്ല. അപ്പൊ 1 കോൽ നമുക്ക് എടുക്കാം. അപ്പൊ കണക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. 1 കോൽ 1 അങ്കുലം വെച്ച് ചെയ്യുന്നതിനേക്കാൾ 1 കോൽ ആകുമ്പോൾ എളുപ്പം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് 1 കോൽ നമുക്ക് എടുക്കുക. അന്തരാള വിസ്താരം 1 കോൽ. ഇപ്പൊ ഇത്രയും സ്റ്റെപ്പിൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുക. ഇവിടെ ആദ്യം അന്തരാള വിസ്താരം നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് ശാലാവിസ്താരത്തിന്റെ 1/6 അങ്ങനെ എടുത്തിട്ട് അന്തരാള വിസ്താരം നമ്മൾ 1 കോൽ 1 അങ്കുലം കിട്ടി. അതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് ശാലാവിസ്താരം ഇനി അന്തരാള വിസ്താരം കണ്ടുപിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 1 കോലിന് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ അന്തരാള വിസ്താരം, അതായത് ഈ തെക്കിനി എന്ന് പറയുന്നത് 3 അവിടെ എഴുതിയേക്കുന്നതാണ്. തെക്കിനി ശാലാവിസ്താരമാണ് 3 എഴുതിയേക്കുന്നത്. അപ്പൊ അതിന്റെ കിഴക്കുവശത്തുള്ള അന്തരാളമാണ്, പിന്നെ കിഴക്കുവശത്ത് ഒരു അന്തരാളമുണ്ട്, പടിഞ്ഞാറ് വശത്ത് ഒരു അന്തരാളമുണ്ട്. ആ കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തുള്ള അന്തരാള വിസ്താരങ്ങൾ രണ്ടും ഉദ്ദേശം 1 കോൽ അങ്ങ് എടുക്കാം അപ്രോക്സിമേറ്റ്ലി. ക്ലിയർ ആയല്ലോ? അത്രയും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പോഴ് അത് തന്നെ ഇതിന് നോക്കാം. അപ്പം കിഴക്കുവശത്ത്, അതായത് ഇത് തെക്കിനി 3 എഴുതിയിരിക്കുന്ന തെക്കിനി ശാല വിസ്താരമാണ്. അതിന്റെ കിഴക്കുവശത്തുള്ള അന്തരാളത്തിന്റെ വിസ്താരം ഈ കിഴക്ക് പടിഞ്ഞാറ്, ഇതാണ് അന്തരാളം. എൻ്റെ കഴ്സർ കാണാമെന്ന് വിചാരിക്കുന്നു. ആ കഴ്സർ ഇങ്ങനെ കാണിക്കുന്നതാണ് കിഴക്കുവശത്തെ അന്തരാള വിസ്താരം. അതുപോലെ ഇപ്പം കഴ്സർ കാണിക്കുന്ന പടിഞ്ഞാറ് വശത്തെ അന്തരാള വിസ്താരം. അപ്പൊ നമ്മളിപ്പം 1 കോൽ എന്ന് എടുത്തത് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്തത് രണ്ടും ഈക്വൽ ആയിട്ട് എടുക്കും. കിഴക്കുവശത്തെ അന്തരാള വിസ്താരം 1 കോൽ, പടിഞ്ഞാറ് വശം ശരിക്കും രണ്ടും വ്യത്യാസം കാണും. പക്ഷെ ഇപ്പൊ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കുമ്പം 1 കോൽ വീതം എടുക്കുക. അപ്പൊ 2 അന്തരാളങ്ങളും കൂടെ, അതായത് തെക്കിനി ശാലയുടെ കിഴക്കുവശത്തെ അന്തരാള വിസ്താരവും പടിഞ്ഞാറ് വശത്തെ അന്തരാള വിസ്താരവും രണ്ടും കൂടെ കൂട്ടിയാൽ 2 കോൽ കിട്ടും. ഓരോന്നും ഓരോ കോൽ. അപ്പൊ രണ്ടും കൂടെ കൂടുമ്പോൾ 2 കോൽ കിട്ടും. അപ്പൊ അത് സ്റ്റെപ്പ് എഴുതിക്കോളൂ. അതായത് ആദ്യം ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങൾ 1 കോൽ വീതം എടുത്താൽ അടുത്ത സ്റ്റെപ്പ് ഇരുവശങ്ങളിലുമുള്ള, അതായത് തെക്കിനി ശാലയുടെ കിഴക്കുവശവും പടിഞ്ഞാറ് വശവും, അതാണ് ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങൾ 1 കോൽ വീതം എടുത്താൽ ആകെ അന്തരാള വിസ്താരം സമം 1 കോലും 2നും ഓരോ കോല്, അപ്പം 2 കോല് വരും. ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങൾ 1 കോൽ വീതം എടുത്താൽ, ഞാൻ പറയുന്നത് മാത്രം എഴുതിയാൽ മതി, എല്ലാം എഴുതണ്ട. ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങൾ 1 കോൽ വീതം എടുത്താൽ ആകെ അന്തരാള വിസ്താരം സമം 2 കോൽ. ഇനി ഇവിടെ നോക്കുക, ഈ അന്തരാള വിസ്താരം എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ തെക്കിനി ശാലയാണ്. അതിന്റെ മുകളിലത്തെ അന്തരാളത്തിന്റെ വിസ്താരവും താഴത്തെ അന്തരാളത്തിന്റെ വിസ്താരവും. അപ്പൊ ഇവിടെ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 കോലാണ്. അപ്പം ഇവിടെ അകത്ത് നോക്കുക, 5 എന്ന് എഴുതിയേക്കുന്നത് തെക്കിനി അല്ല അങ്കണത്തിന്റെ വിസ്താരമാണ്. 5 എന്ന് എഴുതി, അതിന് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. 5 എന്ന് എഴുതിയേക്കുന്ന അങ്കണ വിസ്താരമാണ്. അങ്കണ വിസ്താരം എപ്പോഴും കിഴക്ക് പടിഞ്ഞാറായിരിക്കും അങ്കണ വിസ്താരം വരുന്നത്, തെക്ക് വടക്ക് അങ്കണ ദീർഘവും വരും. അപ്പോൾ 5 എന്ന് എഴുതിയേക്കുന്ന അങ്കണ വിസ്താരമാണ്. ഈ 5 എന്ന് എഴുതിയേക്കുന്നതിൽ നിന്നും ഈ 2 അന്തരാളങ്ങളുടെയും വിസ്താരം കുറച്ചാൽ, അവിടെ നോക്കുക, ഈ ഒരു ലൈൻ അതാണ് 5 എന്ന് എഴുതിയേക്കുന്നതാണ് അങ്കണ വിസ്താരം. അതിൽ നിന്ന് ഈ വശത്തെ 1 കോലും താഴത്തെ 1 കോലും 2 അന്തരാളങ്ങളുടെ വിസ്താരം കുറച്ചാൽ തെക്കിനിയുടെ ദീർഘം കിട്ടും. സംശയമുണ്ടോ ആർക്കെങ്കിലും? തെക്കിനി ദീർഘം, അതായത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതില് ഈ 5 എന്ന് എഴുതിയേക്കുന്ന ഇത് പിന്നെ അങ്കണ വിസ്താരം, അങ്കണ ദീർഘമല്ല, 2 അങ്കണ ദീർഘം. 5 എന്ന് എഴുതുന്ന അങ്കണ വിസ്താരം. അങ്കണ വിസ്താരത്തിൽ നിന്ന്
ഈ 2 അന്തരാള വിസ്താരവും കുറച്ചാൽ ഇവിടെ നോക്കുക, ഇതിനകത്ത് ഇത് ഇത്രയും നീളം, ഈ 5 എഴുതിയേക്കുന്ന ആ നീളത്തിനകത്ത് ഇത് 3 കാര്യങ്ങൾ വരും. ഒന്ന്, 2 അന്തരാളങ്ങളും വരും, തെക്കിനി ശാലയുടെ ദീർഘവും വരും. അപ്പൊ തെക്കിനി ശാല ദീർഘം കണ്ടുപിടിക്കണമെങ്കിൽ അങ്കണ വിസ്താരത്തിൽ നിന്ന് 2 അന്തരാളങ്ങളുടെയും കൂടി ആകെ വിസ്താരം കുറയ്ക്കണം. ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, അപ്പൊ അത് ചെയ്യാം. അപ്പൊ അതായത് തെക്കിനി ശാല ദീർഘം സമം, അടുത്ത സ്റ്റെപ്പ് എഴുതി കൊടുക്കും, തെക്കിനി ശാല ദീർഘം സമം അങ്കണ വിസ്താരം മൈനസ് തെക്കിനി ശാല ദീർഘം. തെക്കിനി ശാല അതാണ് ഈ കേസർ കാണിക്കുന്നതാണ് തെക്കിനി ശാല ദീർഘം. തെക്കിനി ശാല ദീർഘം സമം അങ്കണ വിസ്താരം മൈനസ് 2 കോൽ. അങ്കണ വിസ്താരം, അത് 2 കോൽ എന്ന് പറയുമ്പോൾ 2 വശത്തെ അന്തരാളം. അങ്കണ വിസ്താരം മൈനസ് 2 കോൽ. അത് അങ്കണ വിസ്താരത്തിൽ നിന്ന് ഈ അന്തരാളവും ഈ അന്തരാളവും 2 അന്തരാളവും 2 കോൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തെക്കിനി ശാല ദീർഘം കിട്ടും. അതൊരു സംശയം ഉണ്ടോ? തെക്കിനി ശാല ദീർഘം സമം അങ്കണ വിസ്താരം മൈനസ് 2 കോൽ. ഇനി അങ്കണ വിസ്താരം നമുക്കറിയാം 9 കോൽ 18 അങ്കുലം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്കണ വിസ്താരം 9 കോൽ 18 അങ്കുലം. അപ്പം തെക്കിനി ശാല ദീർഘം സമം 9 കോൽ 18 അങ്കുലം മൈനസ് 2 കോൽ. എഴുതിയിട്ടുണ്ട്. തെക്കിനി ശാല ദീർഘം സമം അങ്കണ വിസ്താരം മൈനസ് 2 കോൽ. അതായത് 9 അങ്കണ വിസ്താരം 9 കോൽ 18 അങ്കുലം മൈനസ് 2 കോൽ. ഈ സമം 9 2 പോകുമ്പോൾ 7 കോൽ 18 അങ്കുലം. തെക്കിനി ശാല ദീർഘം സമം 7 കോൽ 18 അങ്കുലം കിട്ടും. അത് ഇത്രയും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റേ താഴോട്ടുള്ളൊന്നും ഇപ്പോൾ എഴുതണ്ട. തെക്കിനി ശാല ദീർഘം സമം അങ്കണ വിസ്താരം മൈനസ് 2 കോൽ സമം അങ്കണ വിസ്താരം 9 കോൽ 18 അങ്കുലമാണ്. അതിന് 2 കോൽ കുറയ്ക്കുമ്പോൾ 7 കോൽ 18 അങ്കുലം. ഇത് അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് അല്ല, കറക്റ്റായിട്ട് വരുന്നേ ഉള്ളൂ. ഇത് മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി അടുത്ത നമുക്ക് തെക്കിനി ശാലയുടെ വിസ്താരം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തെക്കിനി ശാലയുടെ ദീർഘം കണ്ടുപിടിച്ചു 7 കോൽ 18 അങ്കുലം. അപ്പൊ തെക്കിനി ശാലയുടെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ദീർഘവും വിസ്താരവും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് തെക്കിനി ശാല ചുറ്റളവ്. തെക്കിനി ശാല ചുറ്റളവ് സമം 7 കോൽ 18 അങ്കുലവും, അതായത് ദീർഘം തെക്കിനി ശാലയുടെ, പ്ലസ് തെക്കിനി ശാല വിസ്താരം 6 കോൽ 6 അങ്കുലം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 കൂടെ കൂട്ടി ബ്രാക്കറ്റിനകത്താക്കി മൾട്ടിപ്ലൈഡ് ബൈ 2 എന്നുള്ള ബ്രാക്കറ്റിന് വെളിയിൽ എഴുതുക. അപ്പൊ 2 കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുക. ആ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ 7 കോൽ 18 അങ്കുലവും 6 കോൽ 6 അങ്കുലം, 7 കോലും 6 കോലും കൂടെ 7 6 13 കോൽ വരും. 18 അങ്കുലവും 6 അങ്കുലം കൂടെ 18 6 24 അങ്കുലം വരും. 24 അങ്കുലം എന്ന് പറഞ്ഞാൽ 1 കോലാണ്. അപ്പൊ 7 6 13 അതിൻ്റെ 1 കോലോട് കൂടുമ്പോൾ 14 കോൽ വരും ബ്രാക്കറ്റിനകത്ത്. സംശയം ഉണ്ടെങ്കിൽ പറയണം. ഈ 14 കോൽ കിട്ടിയ എങ്ങനെയാണ് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. 7 കോൽ 7 കോലും 6 കോലും 13 കോൽ, അതുപോലെ അങ്കുലം 18 6 24 അങ്കുലം ആകുമ്പോൾ 1 കോലൂടെ ആവും. അപ്പോൾ 7 6 13 ഒന്നും 14 കോൽ വരും അകത്ത് ഇൻറ്റു 2 സമയം 28 കോലിന് വരും. അപ്പോൾ തെക്കിനി ശാലയുടെ ചുറ്റളവ് ഇവിടെ 28 കോലിന് കിട്ടും. പക്ഷെ അത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം നമുക്ക് തെക്കിനി ശാലയുടെ ചുറ്റളവ് നമുക്കറിയാം സിംഹയോനി തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ 28 കോലിൽ താഴെയുള്ള സിംഹയോനി ചുറ്റ് നമ്മൾ കൈക്കണക്ക് പട്ടിക നോക്കി കണ്ടുപിടിക്കണം. 28 കോലിൽ താഴെയുള്ള സിംഹയോനി ചുറ്റ് എല്ലാവരും കണ്ടുപിടിക്കുക. 27 കോലിൽ താഴെയുള്ള സിംഹയോനി ചുറ്റ്. ഇരുപത്തേഴ് കൂടാൻ പാടില്ല. 27 കുറയാതുള്ള 27 കോൽ 28 കോലിൽ താഴെയുള്ള 28 കോലാണ്. 28ൽ കൂടാൻ പാടില്ല. സിംഹയോനി ചുറ്റ് കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 27 കോൽ 16 അങ്കുലം. അതിപ്പോ അധമോ, അതിപ്പോ നോക്കുക, അത് അധമോ ആണ്. പക്ഷെ അധമോ ആയാലും നമുക്ക് ഇവിടെ യോനി മാറാൻ പാടില്ല. അതുകൊണ്ട് 28 കോലിൽ താഴെയുള്ള അടുത്ത 27 കോൽ, അത് മരണച്ചുറ്റ് നമ്മൾ കഴിയുന്നതും ചിലപ്പോൾ മരണച്ചുറ്റിൽ എടുക്കേണ്ടി വരും ചില കേസിൽ. ഇപ്പൊ ഇവിടെ നമുക്ക് 28 കോലിൽ താഴെയുള്ള സിംഹയോനി ചുറ്റ് കൈക്കണക്ക് പട്ടിക നോക്കുമ്പോൾ 27 കോൽ 16 അങ്കുലം സിംഹം അധമെന്ന് കിട്ടും. അപ്പൊ അത് നമ്മൾ പിന്നെ തെക്കിനി ശാലയുടെ ചുറ്റളവായിട്ട് എടുക്കുക. കാരണം സിംഹയോനി എന്നുള്ള മാറാൻ പാടില്ല. അപ്പൊ 28 കോലിൽ താഴെയുള്ള സിംഹയോനി ചുറ്റ സമം 27 കോൽ 16 അങ്കുലം സിംഹം അധമം. അപ്പൊ അത് തെക്കിനി ശാല ചുറ്റളവായിട്ട്. അപ്പൊ ഒരു ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. തെക്കിനി ശാല ചുറ്റളവ് സമം 27 കോൽ 16 അങ്കുലം സിംഹം അധമം. 2 ലൈൻ ഇടുക. അതാണ് ആൻസർ, ഒരു ആൻസർ. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. തെക്കിനി ശാല ചുറ്റളവ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി.
ആ പറയൂ. 27 കോൽ 14 അംഗുലമല്ലേ സാർ? 16 16ആയിരിക്കും. നോട്ടെ. 27 16 27 കോൽ 16 അംഗുലം. 14 വരില്ല ഒരിക്കലും. 14 വരില്ല. അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നോക്കിയെന്നുള്ളൂ. ബുക്കിനകത്തെ 65-ാമത്തെ 14 അംഗുലം സാറേ കിടക്കുന്നുണ്ട്. ഏത് ബുക്കില്? നമ്മുടെ ഈ സംയോജിത സാറിന്റെ ബുക്കില് ഇല്ല, അതിനകത്ത് എവിടെ കിടക്കുന്നു? ഏത് പേജില്? കൈക്കണക്ക് പറ്റിയാണോ? പേജ് നമ്പർ പേജ് 19. 69. 69 അങ്ങനെ വരത്തില്ലല്ലോ. നോട്ടെ. ഇത് 65 67 69 27 കോലൊന്നും വരുന്നില്ല. എല്ലാം 60 കൂടുതലുള്ള കോലാണല്ലോ. അല്ല, പേജ് 69 അനുബന്ധത്തില് ഇതാ പദയോനി 28. കണക്കുകൾ ഇവിടെ നോക്കുക. അനുബന്ധം 28 ശ്രദ്ധിക്കുക. 28 കോലി താഴെ വേണം എടുക്കാൻ. 28 കോലിൽ താഴെ 28 കോൽ. എടുക്കാവൂ. അതെ. അപ്പൊ 68-ലൊക്കെ 70, 79, 80 കോലൊക്കെയാണുള്ളത്. അല്ല പിന്നെ സാർ, എവിടെ? എന്റെ 28 കോൽ 6 അംഗുലമാണുള്ളത്. അതിൽ താഴെ അത് ഏതോ ചുറ്റളവാണോ നോക്കുന്നേ? പദയോനി കണക്കാണ് സാറ് നോക്കിയിട്ടുണ്ടോ? പദയോനി കണക്കാണ് നോക്കിയത്. പദയോനി കണക്കല്ല, അതിലെ കൈക്കണക്ക് പട്ടിക എന്ന് പറഞ്ഞത്. ചുറ്റളവ് എപ്പോഴും കൈക്കണക്ക് പട്ടികയില് നോക്കാവൂ. ചുറ്റളവ് എന്ന് പറഞ്ഞ നീളം, വീതി, പൊക്കം അതൊക്കെ മാത്രമേ പദയോനി പട്ടിക നോക്കാവൂ. ഇത് കൈക്കണക്ക് പട്ടികയിൽ നോക്കണം. കൈക്കണക്ക് പട്ടികയിൽ 28 കോലിൽ താഴെയുള്ള അളവ് നോക്കണം. ചുറ്റളവ് ആണെങ്കിൽ ചുറ്റളവ് മാത്രമേ ഉള്ളൂ കൈക്കണക്ക് പട്ടികയിൽ. നീളം, വീതി, പൊക്കം അങ്ങനെയൊക്കെ ഉള്ളത് പദയോനി പട്ടിക നോക്കണം. കിട്ടിയോ? പേജ് നമ്പർ 65. 65. 28 കോലിന്റെ താഴെയുള്ള സിംഹയോനി ചുറ്റും നോക്കണം. കിട്ടിയില്ല? ആർക്കാ ഇപ്പൊ തെറ്റ് വന്നത്? ഹലോ, പദയോനി പട്ടിക നോക്കി ആരാണ്? കിട്ടി സാറേ, ഞാൻ ഓമനക്കുട്ടനാണ്. ഇപ്പൊ കിട്ടിയോ? 27 കോൽ 16 കോലം കിട്ടിയോ? കിട്ടി. അപ്പം അതാണ് പിന്നെ തെക്കിനിശാല ചുറ്റളവായിട്ട് എടുക്കുക. അപ്പൊ അത് ഒരു ആൻസറായി. നമുക്ക് 3 ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ 4 ആൻസർ കണ്ടുപിടിക്കണം. 1 തെക്കിനിശാലയുടെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഇപ്പൊ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 2 തെക്കിനിശാലയുടെ ദീർഘം കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം തെക്കിനിശാലയുടെ ദീർഘം കണ്ടുപിടിക്കണം. പിന്നെ തെക്കിനിശാലയുടെ 2 വശമുള്ള അന്തരാളങ്ങളുടെ വിസ്താരം കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ 4 ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ ഇപ്പൊ തെക്കിനിശാല ചുറ്റളവ് കണ്ടുപിടിച്ചു. അടുത്ത എന്ത് ചെയ്താലും പറയാമോ? തെക്കിനിശാല ദീർഘം കാണാൻ എന്ത് ചെയ്യണം? ചുറ്റളവ് ഡിവൈഡഡ് ബൈ 2. ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് നീളം കുറച്ചാൽ വീതി കിട്ടും. അല്ലെങ്കിൽ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വീതി കുറച്ചാൽ നീളം കിട്ടും. ഇവിടെ നമുക്ക് തെക്കിനിശാലയുടെ വീതിയുണ്ട് 6 കോൽ 6 അംഗുലം. തെക്കിനിശാല വിസ്താരമുണ്ട്. അപ്പൊ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വീതി കുറച്ചാൽ ദീർഘം കിട്ടും. അപ്പൊ തെക്കിനിശാല ദീർഘം സമം ചുറ്റളവ് ഡിവൈഡഡ് ബൈ 2 മൈനസ് വിസ്താരം. ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാം. നോക്കുക. തെക്കിനിശാല ദീർഘം സമം ചുറ്റ ഡിവൈഡഡ് ബൈ 2 മൈനസ് വിസ്താരം. തെക്കിനിശാല ദീർഘം സമം തെക്കിനിശാല ചുറ്റ നമ്മൾ കണ്ടുപിടിച്ചു. 27 കോൽ 16 അംഗുലം ഡിവൈഡഡ് ബൈ 2 മൈനസ് വിസ്താരം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6 കോൽ 6 അംഗുലം. 27 കോൽ 16 കോൽ 2 കൊണ്ട് 27-നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 13 അരാന്നൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ 26 കോൽ ആക്കണം. അത് 27 കോലിനെ 26 ആക്കിയിട്ട് 1 കോൽ 16 അംഗുലത്തിന്റെ കൂടെ കൂട്ടണം. 1 കോൽ 24 അംഗുലം. 24 അംഗുലം 16 കൂടുമ്പോൾ 40 ആവും. 26 കോൽ 40 അംഗുലം എന്നാവും മുകളിലത്തെ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 26 കോൽ 40 അംഗുലം എന്നാവും ഡിവൈഡഡ് ബൈ 2. 27 കോൽ 16 അംഗുലം എന്ന് പറയുന്നതിന് നമ്മൾ 26 കോൽ 40 അംഗുലം എന്ന് എഴുതുക. എങ്ങനെയാണെന്ന് ആർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈനസ് 6 കോൽ 6 അംഗുലം. അപ്പൊ അവിടെ 26-നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 13 കോല് കിട്ടും. 13 കോൽ 20 അംഗുലം കിട്ടും. ഇത് ആദ്യത്തത്. അപ്പൊ 13 കോൽ 20 അംഗുലം മൈനസ് 6 കോൽ 6 അംഗുലം. 13 6 പോകുമ്പോൾ 7 കോൽ 20 14 അംഗുലം. അപ്പോൾ 7 കോൽ 14 അംഗുലം. ഇതാണ് തെക്കിനിശാല ദീർഘം. അപ്പോൾ അതൊരു ആൻസറായി. അപ്പോൾ 2 ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു.
തെക്കിനിശാലയുടെ ചുറ്റളവ് കണ്ടു, തെക്കിനിശാലയുടെ ദീർഘം കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് തെക്കിനിശാലയുടെ ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങളുടെ വിസ്താരമാണ്. നമ്മൾ ഒരു ഗോൽ വെച്ച് എടുത്തു, നമ്മൾ ഒരു ഗോലിന് എടുത്തു നേരത്തെ. അപ്പുറം പക്ഷെ ഇപ്പം കറക്റ്റായിട്ടുള്ള കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? കാരണം പറയാമോ? ഏതാ ഇരുവശങ്ങളിലുള്ള അന്തരാള വിസ്താരം എങ്ങനെ കണ്ടുപിടിക്കും? തെക്കിനിശാലയുടെ കിഴക്ക് വശമുള്ള അന്തരാള വിസ്താരവും അതുപോലെ തെക്കിനിശാലയുടെ പടിഞ്ഞാറ് വശമുള്ള അന്തരാള വിസ്താരവും എങ്ങനെ കണ്ടുപിടിക്കും? ആരെങ്കിലും പറയാം, ആർക്കെങ്കിലും? ആരും നോക്കിയിട്ടില്ല. അങ്കണ വിസ്താരത്തിൽ നിന്ന് തെക്കിനിശാല ദീർഘം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 7 കോൽ 14 അംഗുലം. അങ്കണ വിസ്താരത്തിൽ നിന്ന് തെക്കിനിയുടെ ദീർഘം കുറച്ച് കഴിഞ്ഞാൽ 2 അന്തരാളങ്ങളുടെയും കൂടി ആകെ വിസ്താരം കിട്ടും. ആ പടം നോക്കുക, നിങ്ങൾ പടം നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ അതായത് തെക്കിനിശാല വിസ്താരത്തിന് 2 വശമായിട്ടാണ് അന്തരാള വിസ്താരം കിടക്കുന്നത്. തെക്കിനിശാലയുടെ 2 വശങ്ങളും, കിഴക്ക് വശത്ത് ഒരു അന്തരാളം, പടിഞ്ഞാറ് വശത്ത് ഒരു അന്തരാളം. ആ 2 അന്തരാളങ്ങളുടെയും കൂടെ ആകെ വിസ്താരം കണ്ടുപിടിക്കുന്നതിന് അങ്കണ വിസ്താരത്തിൽ നിന്ന് തെക്കിനിശാല ദീർഘം കുറയ്ക്കണം. ക്ലിയർ? ആരെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. അതായത് തെക്കിനിശാലയുടെ ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങളുടെ ആകെ വിസ്താരം, ആ സ്റ്റെപ്പ് എഴുതിക്കോളൂ. തെക്കിനിശാലയുടെ ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങളുടെ ആകെ വിസ്താരം സമം അങ്കണ വിസ്താരം മൈനസ് തെക്കിനിശാല ദീർഘം. അങ്കണ വിസ്താരം മൈനസ് തെക്കിനിശാല ദീർഘം, അല്ലെങ്കിൽ തെക്കിനി ദീർഘം. ആ സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. പടം നോക്കിയാൽ ഈസി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ തെക്കിനിശാലയുടെ ഇരുവശങ്ങളിൽ അത് എന്തോന്ന് മനസ്സിലാകണം, അത്രേ ഉള്ളൂ. തെക്കിനിശാലയുടെ ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങളുടെ ആകെ വിസ്താരം എന്ന് പറയുന്നത് അങ്കണ വിസ്താരത്തിൽ തെക്കിനി ദീർഘം കുറയ്ക്കുകയാണ്. അങ്കണ വിസ്താരം നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. തെക്കിനി ദീർഘം നമ്മൾ കണ്ടുപിടിച്ചു 7 കോൽ 14 അംഗുലം. അപ്പോൾ അത് അങ്കണ വിസ്താരം 9 കോൽ 18 അംഗുലം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, മൈനസ് തെക്കിനി ദീർഘം 7 കോൽ 14 അംഗുലം. അപ്പോൾ 9 നിന്ന് 7 പോകുമ്പോൾ 2 കോൽ, 18 നിന്ന് 14 4 അംഗുലം, 2 കോൽ 4 അംഗുലം വരും അങ്കണ വിസ്താരം. അല്ല, തെക്കിനിശാലയുടെ ഇരുവശങ്ങളിലുമുള്ള അന്തരാളങ്ങളുടെ ആകെ വിസ്താരം 2 കോൽ 4 അംഗുലം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പകുതി കിഴക്കിനിക്കും പകുതി പടിഞ്ഞാറ്റിനിക്കും വേണ്ടി എടുക്കാം. ഈ 2 കോൽ 4 അംഗുലം 2 അന്തരാളങ്ങളുടെയും കൂടി ആകെ വിസ്താരമാണ്. അതിൻ്റെ പകുതി കിഴക്കിന് വിസ്താരവും പകുതി പടിഞ്ഞാറ്റിന് വിസ്താരമായിട്ട് എടുത്താൽ അങ്ങനെ എടുക്കാൻ പാടില്ല. കാരണം അപ്പം അങ്കണത്തിൻ്റെ മധ്യവും ശാലയുടെ മധ്യവും ഒരേ ലൈനിൽ വരും, അത് വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് 2 അന്തരാളങ്ങൾ ഇവിടെ ഗമനം കൊടുക്കണം. തെക്കിനിക്ക് ഗമനം നമുക്കറിയാം, ഒരംഗുലം അല്ലെങ്കിൽ 1 തൊട്ട് 9 അംഗുലം അല്ലെങ്കിൽ 9 തൊട്ട് 17 അംഗുലം. ഇതൊക്കെയാണ് തെക്കിനി ശാലയ്ക്ക് അനുവദനീയമായിട്ടുള്ള ഗമനം. അപ്പോൾ നമുക്കിവിടെ ഒരംഗുലം ഗമനം. അപ്പോൾ 2 കോൽ 4 അംഗുലത്തിൻ്റെ അത് 2 അന്തരാളങ്ങളുടെയും കൂടി ആകെ വിസ്താരം, അതിൻ്റെ പകുതി എടുത്തിട്ട് ഒരംഗുലം കൂട്ടുമ്പോൾ നമുക്കിത് കിഴക്കാണോ അന്തരാള വിസ്താരം കൂടേണ്ടത്, കിഴക്ക് വശത്താണോ പടിഞ്ഞാറ് വശത്താണോ എന്ന് ആദ്യം നോക്കണം. തെക്കിനിശാലയുടെ കിഴക്ക് വശത്തുള്ള അന്തരാള വിസ്താരമാണോ കൂടുതലായിരിക്കേണ്ടത് അതോ പടിഞ്ഞാറ് വശത്തെ? 2 ഈക്വൽ ആവാൻ പാടില്ല. അതിനെപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ ശാലയിൽ നിന്നും അങ്കണത്തിലേക്ക് നോക്കുമ്പോൾ വലതുവശമുള്ള അന്തരാളത്തിന്റെ വിസ്താരം കൂടിയിരിക്കണം. അവിടെ എഴുതിക്കോളൂ ബ്രാക്കറ്റിൽ. ശാലയിൽ നിന്നും അങ്കണത്തിലേക്ക് നോക്കുമ്പോൾ, ശാലയിൽ നിന്നും ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ശാലയിൽ നിന്നും അങ്കണത്തിലേക്ക് നോക്കുമ്പോൾ വലതുവശമുള്ള അന്തരാളത്തിന്റെ വിസ്താരം കൂടിയിരിക്കണം, ഇടതുവശത്തുള്ളതിനേക്കാൾ കൂടിയിരിക്കണം. ശാലയിൽ നിന്നും അങ്കണത്തിലേക്ക് നോക്കുമ്പോൾ വലതുവശത്തുള്ള അന്തരാള വിസ്താരം കൂടിയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക. അപ്പൊ ഇവിടെ ശാലയിൽ നിന്നും അങ്കണത്തിലേക്ക് നോക്കുമ്പോൾ വലതുവശം എന്ന് പറഞ്ഞാൽ കിഴക്കിനെയാണ്, കിഴക്ക് വശത്തുള്ള അന്തരാള വിസ്താരമാണ്, തെക്കിനിയുടെ കിഴക്ക് വശമുള്ളത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് അപ്പൊ ഈ 2 കോൽ 4 അംഗുലം ആകെയുള്ളതാണ്. അതിന്റെ പകുതി എടുത്തിട്ട് ഒരംഗുലം കൂട്ടുമ്പം കിഴക്കിനിയുടെ കിഴക്ക് വശത്തുള്ള അന്തരാള വിസ്താരം കിട്ടും. പകുതിയിൽ നിന്ന് ഒരംഗുലം കുറയ്ക്കുമ്പോൾ പടിഞ്ഞാറ് വശത്ത് അന്തരാള വിസ്താരം കിട്ടും. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് എഴുതാം. തെക്കിനിയുടെ ഗമനം ഒരംഗുലം അങ്ങനെ എടുത്താൽ, ഒരംഗുലം കഴിഞ്ഞാൽ പിന്നെ 1 തൊട്ട് 9 ആവും. അപ്പോൾ ഇവിടെ ഒരംഗുലം മതി, ചെറിയ അളവായിട്ട്. തെക്കിനിയുടെ ഗമനം ഒരംഗുലം എന്നെടുത്താൽ, അതായത് ഈ
രണ്ട് അന്തരാളുടെ ആകെ വിസ്താരം 2 4. അതിന്റെ പകുതി എടുത്തിട്ട് ഒരങ്കുലം കൂട്ടുമ്പോൾ കിഴക്ക് വശത്തെ വിസ്താരം കിട്ടും, ഒരങ്കുലം കുറയ്ക്കുമ്പോൾ പടിഞ്ഞാറ് വശത്തെ വിസ്താരം കിട്ടും. അപ്പോൾ അതാണ് അടുത്തായിട്ട് എഴുതുന്നത്. തെക്കിനിശാലയുടെ കിഴക്ക് വശത്തുള്ള അന്തരാള വിസ്താരം സമം തെക്കിനിശാലയുടെ കിഴക്ക് വശത്തുള്ള അന്തരാള വിസ്താരം സമം 2 കോൽ 4 അങ്കുലം ബൈ 2. നമുക്ക് 2ന്റെ കൂടെ ടോട്ടൽ കിട്ടിയതിന്റെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് പ്ലസ് ഒരങ്കുലം. അപ്പോൾ 1 കോൽ 2 അങ്കുലം പ്ലസ് 1 വരുമ്പോൾ 1 കോൽ 3 അങ്കുലം ആണ് ഒരു ആൻസർ. തെക്കിനിശാലയുടെ കിഴക്ക് വശമുള്ള അന്തരാള വിസ്താരം. ഇനി തെക്കിനിശാലയുടെ പടിഞ്ഞാറ് വശത്തുള്ള അന്തരാള വിസ്താരം ഈ +1 എടുത്തതിന് വരെ -1 എടുക്കും. തെക്കിനിശാലയുടെ പടിഞ്ഞാറ് വശത്തുള്ള അന്തരാള വിസ്താരം 2 കോൽ 4 അങ്കുലം ബൈ 2 മൈനസ് ഒരങ്കുലം. അപ്പോൾ 1 കോൽ ഒരങ്കുലം കിട്ടും. അപ്പോൾ എല്ലാ ആൻസറുമായി. വളരെ സിമ്പിളാണ്. കാര്യം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. എല്ലാം ആ പടത്തിൽ നോക്കി ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കും മനസ്സിലായില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞു പൊതുവെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ട് പിന്നെ നമ്മള് 4 കെട്ടിന്റെ 2 ടൈപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണക്ക് ചെയ്തു 4 കെട്ടിന്റെ. അപ്പൊ ഇത് ചെയ്തു. അപ്പൊ വേറെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് 4 കെട്ടിനൊക്കെ നോക്കൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് 4 കെട്ടിന്റെ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസറോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ അതൊക്കെ പഠിച്ചുകൊണ്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരുന്നു ചോദിക്കാൻ. സംശയമൊന്നുമില്ല. സാറേ ഈ പണ്ടൊക്കെ വീടുകളിൽ 4 കെട്ടിനകത്ത് ഈ വെച്ച അറ പോലെ വെച്ച് പൂജിക്കുന്ന ചില ഇതുണ്ടായിരുന്നല്ലോ. 4 കെട്ടിനകത്ത് അങ്ങനെ അറ വയ്ക്കാറില്ല. 4 കെട്ടിനകത്ത് വെയിറ്റ് പാടില്ല. നല്ല വലിയ വെയിറ്റ് പാടില്ലെന്നാണ്. 4 കെട്ടിനകത്ത് അറ വയ്ക്കില്ല. പുറത്തൊക്കെ തെക്ക് ഈ തെക്കിന് 4 കെട്ടിന് ഞാൻ അങ്ങനത്തിന്റെ അകത്ത് വയ്ക്കില്ല. 4 വെളിയിൽ 4 കെട്ടിന്റെ തെക്കിന് ഭാഗത്തൊക്കെ അറ വയ്ക്കാം. 4 കെട്ടിൽ അറ വയ്ക്കാൻ പറ്റും. നെല്ല് സംഭരണത്തിനുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ അറ വരാം. ശരി ശരി. കഴിയുന്നതും വടക്കും കിഴക്കും വരത്തില്ല. കാരണം വെയിറ്റ് കൂടുന്നുണ്ട്. കാരണം പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ ഒക്കെ ഭാഗത്താണ് അറ വരുന്നത്. കാരണം അറയുടെ വെയിറ്റും അതിനകത്ത് നെല്ല് അതിന്റെ വെയിറ്റും എല്ലാം കൂടെ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഈ തെക്കത് വെച്ച് അതിനകത്ത് വെച്ചാരാധനയൊക്കെ ഇല്ലായിരുന്നോ? തെക്ക് അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് കുടുംബ ദേവതയുടെ പ്രതിഷ്ഠയാണെങ്കിൽ അത് ഒന്നുകിൽ കന്നിമൂലയിലോ അല്ലെങ്കിൽ ഈശാന്യമൂലയിലോ ആകാം. സർപ്പക്കാവാണെങ്കിൽ അഗ്നിമൂലയിലോ അല്ലെങ്കിൽ വായുമൂലയിലോ ആകാം. നമ്മൾ പഠിച്ചതാണ്. വീടിന് ഒരു പിന്നെ ഏതാണ് കുലദേവതയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഒന്നുകിൽ വീടിന്റെ കന്നിമൂലയിലാകാം അല്ലെങ്കിൽ ഈശാന്യമൂലയിലാകാം. അതേസമയം സർപ്പക്കാവ് നേരെ അഗ്നിമൂലയും വായുമൂലയിലും ഇതിലേതെങ്കിലും ഒന്നിലാകാം. മറ്റെന്തെങ്കിലും കൗണ്ട് തിയറി ഒന്ന് ഓടിച്ചൊരു വിഷയം എടുക്കാന്ന് പറഞ്ഞിരുന്നു. വേണേൽ പെട്ടെന്ന് പറഞ്ഞുതരാം. അതുകൂടെ അതുകൊണ്ട് നമുക്ക് മിക്കവാറും റിവിഷൻ നമുക്ക് തീർക്കേണ്ടി വരും. കൗണ്ട് തിയറി എടുക്കാം. കൗണ്ട് തിയറിയിൽ നമ്മൾ ഇപ്പം ഇതൊരു വാസ്തുമണ്ഡലം അല്ലെങ്കിൽ ഒരു വീടായിരിക്കട്ടെ. ഒരു വീടായിട്ട് അതിന് 4 ദിശകൾ: കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. 4 ദിശകൾ. അപ്പോൾ ഇതിൽ
മാഗ്നറ്റിക് എനർജി, അല്ലെങ്കിൽ കാന്തിക ഊർജം വടക്ക് നിന്ന് തെക്കോട്ടാണ് എപ്പോഴും അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാന്തിക ഊർജം നമ്മൾ ഒരു കോമ്പസ് പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വടക്ക് തെക്ക് വടക്ക് ഡയറക്ഷനിൽ അത് എപ്പോഴും നിൽക്കുള്ളൂ. എങ്ങനെ നമ്മൾ കോമ്പസ് കറക്കിയാലും അതിൻ്റെ സൂര്യ തെക്ക് വടക്കായിട്ട് വരും. അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം ആ തെക്ക് വടക്ക് ഡയറക്ഷനിൽ, അതായത് വടക്ക് നിന്ന് തെക്കോട്ട് നിരന്തരമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഫ്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ കാന്തിക ഊർജം. അത് വടക്ക് വശത്തു നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക്, ഇപ്പൊ ഈ റെക്ടാങ്കിൾ പോലെ കാണിച്ചിരിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് വടക്ക് വശത്ത് നിന്ന് പ്രവേശിക്കും, തെക്ക് വശത്ത് നിന്ന് വെളിയിലേക്ക് പോകും മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ അതിന്റെ പ്രവേശന ദിശയാണ് വടക്ക്, അത് വെളിയിൽ പോകുന്ന ദിശയാണ് തെക്ക്. അത് ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് മാഗ്നറ്റിക് എനർജി, വടക്ക് വശം നോക്കുക, മാഗ്നറ്റിക് എനർജി. നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്, അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഈ 4 ആരോ കാണിച്ചിരിക്കുന്നത് എല്ലാം മാഗ്നറ്റിക് എനർജിയാണ്. അതിങ്ങനെ വടക്കുന്ന് തെക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ മാഗ്നറ്റിക് എനർജി നമ്മുടെ വീട്ടിലോട്ട് പ്രവേശിക്കുന്നത് വടക്ക് വശത്തു നിന്നാണ്, വീട്ടിൽ നിന്നും വെളിയിൽ പോകുന്നത് തെക്ക് വശത്തു നിന്നാണ്. അപ്പൊ അതിന് ഇവിടെ നോക്കുക, തെക്ക് വശത്ത് നോക്കുക, തെക്ക് വശത്ത് വെളിയിലോട്ട് പോവുകയാണ്. ആ മാഗ്നറ്റിക് എനർജി തെക്ക് വശത്താണ് വെളിയിലോട്ട് പോകുന്നത്. അപ്പൊ മാഗ്നറ്റിക് എനർജി നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ വാസ്തുമണ്ഡലത്തിന്റെ വടക്ക് വശത്തൂടെ പ്രവേശിക്കുന്നു, തെക്ക് വശത്തൂടെ വെളിയിൽ പോകുന്നു. അപ്പൊ ഇതിന് നമ്മൾ സോഴ്സ് ഡയറക്ഷൻ എന്നാണ്, എവിടുന്നാണോ പ്രവേശിക്കുന്നത് അത് സോഴ്സ് ഡയറക്ഷൻ. അത് പ്രവേശന ദിശ എന്ന് മലയാളത്തിൽ പറയും, പ്രവേശന ദിശ അല്ലെങ്കിൽ സോഴ്സ് ഡയറക്ഷൻ. അത് എവിടുന്നാണോ പ്രവേശിക്കുന്നത് അതിന്, എവിടുന്നാണോ വെളിയിൽ പോകുന്നതിന് അതിന് സിങ് ഡയറക്ഷൻ ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് SINK, സിങ് ഡയറക്ഷൻ. സിങ് ഡയറക്ഷനിൽ കൂടെ ആയിരിക്കും വെളിയിൽ പോകുന്നത്. അപ്പൊ ഇത് പിന്നെ വടക്ക് വശം എന്ന് പറയുന്നത് സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതിനൊരു +2 കിട്ടും. അതിന്റെ കൗണ്ട് തിയറിയാണ്. ഓരോ കൗണ്ട് ഈ വടക്ക് വശത്തിന് ഒരു +2 കൗണ്ട് കിട്ടും. അതാണ് ഇവിടെ +2 എന്ന് എഴുതിയേക്കുന്നത്. വടക്ക് വശത്തിന് ഒരു +2 കൗണ്ട് കിട്ടും. ഈ +2 കൗണ്ട് കിട്ടാൻ കാരണം ഇത് സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട്, അത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഡയറക്ഷൻ, പ്രവേശിക്കുന്ന ദിശ ആയതുകൊണ്ട് അതിന് +2 കിട്ടും. ഇനി ഈ മാഗ്നറ്റിക് എനർജി എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, ഒരിക്കലും അത് മാറില്ല. ഇപ്പൊ സൂര്യന്റെ എനർജിയാണ്, സോളാർ എനർജിയാണ്. ഇപ്പൊ രാവിലെ നമുക്കൊരു ഭാഗത്ത് കിട്ടും, ഉച്ചയ്ക്ക് വേറെ ഭാഗത്ത്, വൈകിട്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത്, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഡയറക്ഷൻ. പക്ഷെ മാഗ്നറ്റിക് എനർജി ഒരിക്കലും ഡയറക്ഷൻ മാറില്ല, എപ്പോഴും സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി. അതിന് യൂണി ഡയറക്ഷണൽ എനർജി എന്ന് പറയും. യൂണി ഡയറക്ഷൻ, ഒരേ ഡയറക്ഷൻ, എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജമായതുകൊണ്ട് മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ കാന്തിക ഊർജത്തിന് നമ്മൾ പിന്നെ യൂണി ഡയറക്ഷണൽ എനർജി എന്ന് പറയും. അപ്പൊ യൂണി ഡയറക്ഷണൽ എനർജി ആയതുകൊണ്ട് ഇതിനൊരു +2 അഡീഷണൽ ആയിട്ട് കിട്ടും. അതാണ് +2. അതാണ് വീണ്ടും ഒരു +2 വന്നു. ആദ്യത്തെ +2 സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട്, രണ്ടാമത്തെ +2 യൂണി ഡയറക്ഷൻ, അതായത് ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഒരു +2. അങ്ങനെ +2 ടോട്ടൽ +4 ആണ് വടക്കിന്റെ കൗണ്ട്. അതുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഈക്വൽ ടു +4. ഇത് 4 ആണ് വടക്കിന്റെ പിന്നെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ കൗണ്ട് എന്ന് പറയും. +4 ആണ്. വടക്കിന്റെ നേരെ എതിരെയാണ് തെക്ക്. വടക്ക് +4 ആയതുകൊണ്ട് അതേപോലെ വെളിയിൽ പോകുന്നതുകൊണ്ട് ഇത് അവിടെ -4, തെക്ക് -4 ആണ്. അവിടെ -4 വരും. അവിടെ -4 വരും തെക്ക് വശത്ത്. എല്ലാവരും കണ്ടു കാണുന്നതായിരിക്കുന്നു. വടക്ക് വശത്ത് +4 വരാൻ കാരണം, ഒന്ന് സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് +2, 2 യൂണി ഡയറക്ഷൻ, ഒരേ ഡയറക്ഷൻ എപ്പോഴും പോകുന്നതുകൊണ്ട് വീണ്ടും +2. +2 ഈക്വൽ ടു +4 ആണ് വടക്കിന്. അതിന് നേരെ ഓപ്പോസിറ്റ് തെക്കിന് -4. അപ്പോൾ വടക്ക് +4, തെക്ക് -4. ഇനി കിഴക്ക് വശത്ത് സോളാർ എനർജി കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. അതിൻ്റെ സോഴ്സ് ഡയറക്ഷൻ കിഴക്കാണ്. അപ്പോൾ സോളാർ എനർജിയുടെ സോഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ദിശ കിഴക്കായതുകൊണ്ട് +2 അതിന് കിട്ടും. അതാണ് നോക്കാം. ഇത് സോളാർ എനർജി, സൂര്യൻ്റെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജി. മാഗ്നറ്റിക് എനർജി പോലെ സോളാർ എനർജി, സൗരോർജം. അത് അതിന് ഇപ്പോൾ ആരോ കണ്ടു, അതാണ് സോഴ്സ്, അല്ല ആ സോഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രവേശന ദിശ. ആ 4 ആരോ കാണിക്കുന്നത് പ്രവേശന ദിശയാണ്. അപ്പോൾ പ്രവേശന ദിശ അല്ലെങ്കിൽ സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് കിഴക്കിന് +2 കിട്ടും. അത് അവിടെ നോക്കാം. ഇത് വെള്ളിലോട്ട് പോകുന്നതാണ്. കിഴക്കുന്ന് വരുന്ന എനർജി വെള്ളിലോട്ട് പോകുന്ന പടിഞ്ഞാറ് നിന്നാണ്. പടിഞ്ഞാറോട്ട് അതുകൊണ്ട് ആരോ കാണിച്ചിരിക്കുന്നു. അപ്പം സോളാർ എനർജിയുടെ സോഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രവേശന ദിശ എന്ന് പറയുന്ന കിഴക്കാണ്.
വെളിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എൻഡ് എന്ന് പറയുന്ന അവസാനിക്കുന്ന ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറാണ്. സോഴ്സ് ഡയറക്ഷൻ കിഴക്കും സിങ്ക് ഡയറക്ഷൻ പടിഞ്ഞാറുമാണ്. അപ്പോൾ സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഒരു +2 കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുക, സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ സിങ്ക് ഡയറക്ഷൻ, കിഴക്ക് വശം സോഴ്സ് ഡയറക്ഷൻ സോളാറിൻ്റെ, പടിഞ്ഞാറ് വശം സിങ്ക് ഡയറക്ഷൻ. സോഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ ഒരു +2 കിട്ടി. അതിന് നേരെ ഓപ്പോസിറ്റ് അതേ ഇതായിട്ട് -2 കിട്ടും പടിഞ്ഞാറ് വശം. അതുകൊണ്ട് അവിടെ -2 വന്നു. അപ്പോൾ കിഴക്കിന് +2, പടിഞ്ഞാറിന് -2. ഇപ്പം നമുക്ക് നാല് ദിശകളുടെ എനർജി നോക്കാം. അവിടെ കിഴക്ക് വശം നോക്കുക, കിഴക്ക് വശം +2 ആണ്, തെക്ക് വശം -4 ആണ്, പടിഞ്ഞാറ് വശം -2 ആണ്, വടക്ക് വശം +4 ആണ്. അപ്പോൾ ഈ 4 ദിശകളുടെയും ഊർജം കിട്ടി. ഈ 4 മൂലകളുടെയും നോക്കണം. 4 മൂലകളുടെ ഇപ്പോൾ വടക്കും കിഴക്കും കൂടെ ഒന്നിച്ച് ചേരുന്നതാണ് വടക്ക് കിഴക്ക്. നോർത്തിൻ്റെ എനർജിയും ഈസ്റ്റിൻ്റെ എനർജിയും കൂടെ ഒന്നിച്ച് ചേരുന്നതാണ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ അവിടെ നോർത്ത് ഈസ്റ്റിന് നോർത്തിൻ്റെ +4ഉം ഈസ്റ്റിൻ്റെ +2ഉം കൂടെ +6 കിട്ടും. അപ്പോൾ അവിടെ നോക്കുക, ഇത് നോർത്ത് ഈസ്റ്റ് ആണ്, അവിടെ +6 വരും. കാരണം നോർത്തിൽ നിന്നുള്ള +4ഉം ഈസ്റ്റിൽ നിന്നുള്ള +2ഉം കൂടെ ചേർന്ന് +6 അവിടെ വരും. അത് ക്ലിയർ ആയിരുന്നു. ഇനി അവിടെ അടുത്ത സൗത്ത് ഈസ്റ്റ് നോക്കുക. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൗത്ത് വെസ്റ്റ് ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റിലാണെങ്കിൽ സൗത്തിൻ്റെ -4ഉം വെസ്റ്റിൻ്റെ -2ഉം തെക്കിൻ്റെ -4ഉം പടിഞ്ഞാറിൻ്റെ -2ഉം കൂടി ചേർത്ത് -6 ആയിരിക്കും സൗത്ത് വെസ്റ്റിൻ്റെ കൗണ്ട്. അത് മനസ്സിലായി. ഇനി സൗത്ത് ഈസ്റ്റ് എടുക്കാം. കാരണം അവിടെ സൗത്ത് ഈസ്റ്റിന് സൗത്തിൻ്റെ -4ഉം ഈസ്റ്റിൻ്റെ +2. -4 നിന്ന് +2 ആകുമ്പോൾ -2 വരും. അപ്പോൾ സൗത്ത് ഈസ്റ്റിന് -2 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നോർത്ത് വെസ്റ്റ് ആണ്. നോർത്ത് വെസ്റ്റിന് നോർത്തിൻ്റെ +4ഉം വെസ്റ്റിൻ്റെ -2. അപ്പോൾ +4 നിന്ന് -2 ആകുമ്പോൾ +2 വരും. അതാണ് നോർത്ത് വെസ്റ്റിന് +2. അപ്പോൾ 4 ദിശകളുടെയും 4 കോണുകളുടെയും എനർജി നമുക്ക് കിട്ടി. കിഴക്ക് വശത്തിന് +2, തെക്ക് കിഴക്കിന് -2, തെക്കിന് -4, തെക്ക് പടിഞ്ഞാറിന് -6, പടിഞ്ഞാറിന് -2, വടക്ക് പടിഞ്ഞാറിന് +2, വടക്കിന് +4, വടക്ക് കിഴക്കിന് +6. അങ്ങനെ ഈ 8ൻ്റെയും അതായത് 4 ദിശകളുടെയും 4 കോണുകളുടെയും പിന്നെ കൗണ്ട്, ഇതിന് കൗണ്ട് എന്ന് പറയും, നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്ത് പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്. ഇത് 4 പോസിറ്റീവാണ്. കാരണം കിഴക്കിന് +2, വടക്ക് കിഴക്കിന് +6, വടക്കിന് +4, വടക്ക് പടിഞ്ഞാറ് +2. ഇതെല്ലാം +ആണ്, പോസിറ്റീവാണ്. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റിന് -2, സൗത്തിന് -4, സൗത്ത് വെസ്റ്റിന് -6, വെസ്റ്റിന് -2. അത് 4 നെഗറ്റീവാണ്. അപ്പോൾ 4 പോസിറ്റീവ് ഉണ്ട്, 4 നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കുക. ഇതിപ്പം പിന്നെ കിഴക്ക് വശത്തെ നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നു. കണ്ടേ, ഈക്വൽ 3 ആയിട്ട് തിരിക്കുന്നു. 3 ആയിട്ട് തിരിച്ചാൽ വടക്കേ അറ്റം അല്ലെങ്കിൽ ഇടത്തെ അറ്റത്തുള്ള 3-1 നോർത്ത് ഈസ്റ്റിൽ പോവും. മധ്യത്തിലുള്ളത് ഈസ്റ്റ് ആണ്. തെക്കേ അറ്റത്തുള്ള 3-1 സൗത്ത് ഈസ്റ്റിലും പോവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈസ്റ്റ് എന്ന് പറയാൻ നോക്കില്ല. ഇത് മധ്യഭാഗത്തുള്ള ഈ 1/3 മാത്രമേ ഉള്ളൂ ഈസ്റ്റ്. അതിന് ഇടത്തോട്ടുള്ളത് നോർത്ത് ഈസ്റ്റിൽ പോവും, അതുപോലെ അതിന് വലത്തോട്ടുള്ളത് സൗത്ത് ഈസ്റ്റിൽ പോവും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. കാരണം ഈസ്റ്റ് പോസിറ്റീവാണ്. ഈസ്റ്റ് ഈ മധ്യം ഈസ്റ്റാണ്. അപ്പോൾ ഇവിടെ മുതൽ പോസിറ്റീവ് എനർജി തുടങ്ങും. അപ്പോൾ പോസിറ്റീവ് എനർജി കാണിക്കുകയാണെങ്കിൽ ഇവിടെ പടിഞ്ഞാറ് വശം 3 ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. പടിഞ്ഞാറ് വശവും 3 ആയിട്ട് ഭാഗിക്കുന്നു. അപ്പോൾ അവിടെയും അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ ഈ ആരോ നോക്കുക. ഇത് പോസിറ്റീവ് എനർജി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, കിഴക്കുന്ന. കാരണം ഈ തെക്ക് കിഴക്ക് -2 ആണ്, അപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇതിപ്പം ഈസ്റ്റ് കംപ്ലീറ്റ് ആയി, നോർത്ത് ഈസ്റ്റ് പകുതിയായി, താഴോട്ട് 3-1 വന്നു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇവിടെ ഇനി അറ്റം. അതായത് ഇവിടെ എല്ലാം പോസിറ്റീവാണ്. നോർത്ത് ഈസ്റ്റിന് ഇവിടെ പോസിറ്റീവ്, നോർത്ത് വെസ്റ്റും പോസിറ്റീവാണ്. എന്നിട്ട് ഇവിടെ ഈ പോയിന്റ് വരെ വരും. നോക്കുക, ഇവിടം വരെ വരും. കാരണം ഇതിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ വെസ്റ്റാണ്, വെസ്റ്റ് നെഗറ്റീവാണ്. അപ്പോൾ ഈ ആരോ കാണുന്ന നോക്കുക, അത് ഇത്രയും പോസിറ്റീവാണ്, പോസിറ്റീവ് എനർജിയാണ്. അല്ലാത്ത ഇത്രയും ഇവിടെ തിരിച്ച് ഇങ്ങനെ വന്ന് ബാക്കിയുള്ള ഇത്രയും നെഗറ്റീവ് എനർജിയാണ്. അതാണ് ഇവിടെ നോക്കാം. ഇതിന് പോസിറ്റീവ് എനർജിക്ക് മൂൺ സ്ട്രീം എന്ന് പറയും. മൂൺ സ്ട്രീം അല്ലെങ്കിൽ അതിന് ചന്ദ്രനാടി എന്ന് മലയാളത്തിൽ പറയും. ചന്ദ്രനാടി, ഇംഗ്ലീഷിൽ മൂൺ സ്ട്രീം എന്ന് പറയും. മൂൺ സ്ട്രീം അല്ലെങ്കിൽ ചന്ദ്രനാടി. അത് പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, ഇത്രയും കൂടെയാണ് പോസിറ്റീവ് എനർജി വരുന്നത്. അതിന് മൂൺ സ്ട്രീം അല്ലെങ്കിൽ ചന്ദ്രനാടി എന്ന് പറയും. നെഗറ്റീവ് എനർജി വരുന്നത് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അതിന് സൺ സ്ട്രീം എന്ന് പറയും. നോക്കുക,
ഈ ആരോ വരുന്നത് നെഗറ്റീവ് എനർജി വരുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ സൗത്ത് ഈസ്റ്റ് ആണ്. ഈ തെക്കുവശം കംപ്ലീറ്റ് എടുത്തു. അതായത് സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും, പിന്നെ ഇവിടം വരെ ഈ പടിഞ്ഞാറിൻ്റെ എൻഡ് വരെ. അതാണ് ഇത് സൗത്ത് വെസ്റ്റ് കഴിഞ്ഞു, പടിഞ്ഞാറും കഴിഞ്ഞു. പടിഞ്ഞാറും -2 ആണ്, അത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടം വരെ ഈ രണ്ടാമത്തെ ഈ ആരോ ഇത്രയും സ്ഥലവും നെഗറ്റീവാണ്. അപ്പോൾ അതിന് സൺ സ്ട്രീം എന്ന് പറയും, സൂര്യനാഡി. സൺ സ്ട്രീം, ഇത് സൺ സ്ട്രീമാണ്, സൂര്യനാഡി. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചന്ദ്രനാഡി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എല്ലാം അവിടെ ചേരുന്ന ഇതാണ് ചന്ദ്രനാഡി. അതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കിഴക്കും വടക്ക് കിഴക്കും വടക്കും വടക്ക് പടിഞ്ഞാറും. അതുപോലെ സൂര്യനാഡി എന്ന് പറയുന്നത് പിന്നെ നെഗറ്റീവ് എനർജി ചേരുന്നതാണ്. അത് തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും എല്ലാം സൂര്യനാഡിയാണ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്തായിട്ട് എടുക്കേണ്ടതായി ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഇനിയൊരു പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് നോക്കുമ്പോൾ ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ ആ ഡ്രോയിങ്ങിനകത്ത് നമ്മൾ ഇതിൽ ഓരോ ആ ഡ്രോയിങ്ങിലെ ഒരു വീടിൻ്റെ ഡ്രോയിങ് തരുവാണെങ്കിൽ അതിൻ്റെ ഇപ്പം ഇത് നോർത്ത് ഈസ്റ്റ് നോക്കണം. അതിൻ്റെ ആ നോർത്ത് ഈസ്റ്റിൽ എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടോ അല്ലെങ്കിൽ വാസ്തുദോഷം ഇല്ല. ഇതിനകത്ത് ഇപ്പം ഇത് പോസിറ്റീവാണ്. നോർത്ത് ഈസ്റ്റ് പോസിറ്റീവാണ്, ഈസ്റ്റ് പോസിറ്റീവാണ്. നമുക്കറിയാം പോസിറ്റീവ് എവിടേക്കാണ് നെഗറ്റീവ് എവിടേക്കാണ് നമുക്കറിയാം. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പം നോർത്ത് ഈസ്റ്റിൽ ഒരു വാസ്തുദോഷം ഉണ്ടെന്ന് ഇരിക്കട്ടെ. നോർത്ത് ഈസ്റ്റിൽ ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള പ്ലസ് എനർജി, അതായത് അനുകൂല എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി, അതിനെ ഇങ്ങോട്ട് കടത്തി വിടില്ല. കാരണം വാസ്തുദോഷം ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും. ആ നെഗറ്റീവ് എനർജി നെഗറ്റീവിനെ കടത്തി വിടും, പക്ഷേ പോസിറ്റീവിനെ കടത്തി വിടില്ല. വടക്ക് കിഴക്ക് എന്തെങ്കിലും ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ ഈ +6 ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് കിട്ടില്ല. അതുപോലെ കിഴക്ക് വശത്ത് എന്തെങ്കിലും ഒരു വാസ്തുദോഷം ഉണ്ടെന്ന് ഇരിക്കട്ടെ, കിഴക്കിൻ്റെ മധ്യം ആണ് കിഴക്ക് വശം ഉണ്ടെങ്കിൽ ഈ +4 അകത്തോട്ട് കടത്തി വിടില്ല. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന എനർജി 0 ആയിരിക്കും, കാരണം +6 കിട്ടില്ല. വാസ്തുദോഷം ഉള്ളതുകൊണ്ട് അതവിടെ തടുത്ത് നിർത്തും. വടക്ക് വശത്ത് വാസ്തുദോഷം ഉണ്ടെങ്കിൽ +4 അകത്തോട്ട് വരാൻ സമ്മതിക്കില്ല, അതിനെ തടുത്ത് നിർത്തും. അപ്പോൾ വടക്കുന്ന് വരുന്നത് 0 ആയിരിക്കും. വടക്ക് പടിഞ്ഞാറ് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ ഈ +2 അകത്തോട്ട് വിടില്ല. വാസ്തുദോഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി വരും, അത് പോസിറ്റീവിനെ വിടില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ പിന്നെ പടിഞ്ഞാറ് വശത്തൊരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ, പടിഞ്ഞാറ് വശത്ത് -2 ആണ്. പടിഞ്ഞാറിൻ്റെ ഇത് -2 വാസ്തുദോഷം, അത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവ് ആയിട്ട് അത് കടത്തി വിടും. അപ്പോൾ നെഗറ്റീവ് എനർജിയെ പിന്നെ ഇപ്പം തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും നെഗറ്റീവ് എനർജിയാണ്. അത് എന്തെങ്കിലും വാസ്തുദോഷം അവിടെ ഉണ്ടെങ്കിൽ ആ വാസ്തുദോഷം ഈ നെഗറ്റീവ് എനർജിയെ കടത്തിവിടും. വാസ്തുദോഷം ഇല്ലെങ്കിൽ കടത്തിവിടില്ല. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പം സൗത്ത് ഈസ്റ്റിലെ വാസ്തുദോഷമൊന്നും ഇല്ലാന്നിരിക്കട്ടെ, തെക്ക് കിഴക്ക് വാസ്തുദോഷമൊന്നും ഇല്ല, അത് പ്യുവർ, അതായത് നല്ല പോസിറ്റീവ് എനർജി ആണെങ്കിൽ ഈ -2 കടത്തിവിടില്ല. അതുകൊണ്ട് വാസ്തുദോഷം ഉണ്ടെങ്കിൽ -2 കടത്തിവിടും. ഏതിനെയൊക്കെ കടത്തിവിടുന്നു, എവിടെങ്കിലും വാസ്തുദോഷം ഉണ്ടാകുമ്പോൾ ഏതൊക്കെ അകത്ത് വരുന്നു കടത്തിവിടും നമുക്ക് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ആകെ എത്ര പോസിറ്റീവ് കിട്ടി, ആകെ എത്ര നെഗറ്റീവ് കിട്ടി നോക്കും. അതായത് ആകെ പോസിറ്റീവ് കാണണമെങ്കിൽ പോസിറ്റീവ് തമ്മിൽ കൂട്ടണം. ഇപ്പോൾ ഒരു +6 ഒരു +4 ഉണ്ടെങ്കിൽ +6 +4 +10 വരും. അത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ് പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നത്. നെഗറ്റീവ് എനർജി ജോമെട്രിക് പ്രോഗ്രഷനിലാണ്. അവിടെ ഒരു -4 ഒരു -2 ഉണ്ടെങ്കിൽ -4 × -2 അത് 8 വരും, 8 എന്ന് വരും. മറ്റേ 6 ഉള്ളൂ, ആഡ് ചെയ്താണ് പോകുന്നത്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും, ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പോസിറ്റീവ് എനർജി മൾട്ടിപ്ലൈ ചെയ്താല ആഡ് ചെയ്ത് കൂട്ടി തമ്മിൽ കൂട്ടി +++ പറഞ്ഞ് കൂട്ടി വരും. നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഇൻറ്റു ഗുണിച്ച് ഇപ്പോൾ 3 നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ നെഗറ്റീവ് കിട്ടണമെങ്കിൽ 3 ഗുണിക്കണം. 3 പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ കിട്ടണമെങ്കിൽ 3 കൂട്ടണം. അങ്ങനെ ആകെ പോസിറ്റീവും കിട്ടും, ആകെ നെഗറ്റീവും കിട്ടും. ആകെ പോസിറ്റീവും ആകെ നെഗറ്റീവും കൂട്ടിയാൽ ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പം ടോട്ടൽ ആ വീടിൻ്റെ ടോട്ടൽ കൗണ്ട് കിട്ടും. ആണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അങ്ങനെയാണ്. നമുക്ക് ഏതെങ്കിലും വീടിൻ്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏതെങ്കിലും കയ്യിലുണ്ടോ പ്ലാൻ വല്ലോ? സാർ ഒരു സംശയമുണ്ട് സാർ. സാറ് നമ്മളെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള റൂം മാസ്റ്റർ ബെഡ്റൂമാണ് സാർ. അത് മരണം ചുറ്റാണ്.
മാസ്റ്റർ ബെഡ്റൂം മരണ ചുറ്റാണ്, അതിന്റെ ഉൾച്ചുറ്റ് മരണ ചുറ്റാണ് അല്ലേ? ഉൾച്ചുറ്റ് മരണം ചുറ്റാണ് സാർ. ഓക്കെ. അപ്പൊ അതിലിപ്പോ -6 ആണ് വന്നിട്ടുള്ളത്. ആ, അപ്പൊ -6 അകത്ത് വിടും. അപ്പൊ അത് കന്നിമൂലയിലുള്ള ബെഡ്റൂം ഏത് മുറിയായാലും ശരി, അത് മരണ ചുറ്റുള്ള മുറിയാണെങ്കിൽ മരണ ചുറ്റാകുമ്പോൾ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് ഈ -6 അകത്ത് വിടും. അകത്ത് വിടുമ്പോ അത് -6 എഴുതണോ 0 എഴുതണോ സാർ? അല്ല, -6 കാരണം അതിനകത്ത് വിടുമല്ലേ, 0 അല്ലല്ലോ. മൈനസിനെ തടയുകയാണെങ്കിലേ 0 വരുള്ളൂ. അപ്പൊ മൂല്യം എത്ര ആയിട്ട് എഴുതും സാർ? അത് അതിന്റെ -6 ടോട്ടൽ എല്ലാത്തിനെയും കണ്ടിട്ട് തമ്മിൽ ഗുണിക്കണം. ശരി ശരി. ഏതൊക്കെ മൈനസ് അകത്ത് കയറും, ഏതൊക്കെ പ്ലസ് അകത്ത് കയറിട്ട് പ്ലസ് തമ്മിൽ കൂട്ടണം, മൈനസ് തമ്മിൽ ഗുണിക്കണം. മരണച്ചുറ്റുകളാണെങ്കിൽ മൈനസ് ഏത് മൈനസ് ആയാലും എന്ത് ദോഷമായാലും മതി. ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് ഒരു കിണറുണ്ട്, അതൊരു നെഗറ്റീവ് ആണ്. അവിടെ നെഗറ്റീവിനെ അകത്ത് വിടും. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കോർണർ മിസ്സിംഗ് ആണെന്നിരിക്കട്ടെ, വീടിന്റെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പ്ലോട്ടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൂലയില്ല, കോർണർ മിസ്സിംഗ്, അതൊരു നെഗറ്റീവ് എനർജിയാണ്, അതൊരു വാസ്തുദോഷം. അതായത് വാസ്തുദോഷം ഉണ്ടെങ്കിൽ ഏത് വാസ്തുദോഷമായാലും മതി, ചെറുതായാലും വലുതായാലും ഏത് വാസ്തുദോഷം ഉണ്ടെങ്കിലും ആ വാസ്തുദോഷം അവിടെ നെഗറ്റീവ് ഉണ്ടാക്കുകയും വെളിയിൽ നിന്ന് വരുന്ന നെഗറ്റീവിനെ കടത്തിവിടും. അതേസമയം അവിടെ വാസ്തുദോഷം ഇല്ലെങ്കിൽ നെഗറ്റീവിനെ കടത്തിവിടില്ല, പോസിറ്റീവിനെ കടത്തിവിടും. പോസിറ്റീവിന്റെ വടക്ക് കിഴക്ക് ഒരു വാസ്തുദോഷം ഇല്ലാന്നിരിക്കട്ടെ, വാസ്തുദോഷം ഒന്നുമില്ല വടക്ക് കിഴക്ക്, അപ്പൊ +6 അകത്തോട്ട് കടത്തിവിടും. അപ്പൊ സാർ ഈ മാസ്റ്റർ ബെഡ്റൂം പിന്നെ തെക്ക് പടിഞ്ഞാറുള്ള റൂം മരണച്ചുറ്റല്ല അല്ല എങ്കിൽ ഈ -6 പിന്നെ നമുക്ക് അവിടെ എത്ര എഴുതാം സാർ പോയിന്റ്? -6. എന്നാൽ അത് തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം മരണം ചുറ്റെന്നുള്ള മാത്രം നോക്കിയാൽ പോരാ. ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം മരണം ചുറ്റായിരിക്കും, അല്ല മരണം ചുറ്റല്ല, കറക്റ്റ് നല്ല ഉത്തമമായ ചുറ്റായിരിക്കും. പക്ഷെ തെക്ക് പടിഞ്ഞാറ് വേറെ എന്തെങ്കിലും ദോഷം, വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിണറുണ്ടോന്നിരിക്കട്ടെ, അപ്പൊ ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അതിനെ കടത്തിവിടും. ഒരു ദോഷം ഇല്ലെങ്കിൽ നെഗറ്റീവിനെ കടത്തിവിടില്ല, പോസിറ്റീവിനെ കടത്തിവിടും. അപ്പൊ അവിടെ നമ്മൾ കൗണ്ട് എത്ര ആയിട്ട് എഴുതണം സാർ? -6. അവിടെ ഒരു ദോഷവും ഇല്ലെങ്കിൽ പിന്നെ -6 കടത്തിവിടില്ല, അവിടെ 0 വരും. 0. ശരി. വാസ്തുദോഷം ഒന്നും ഇല്ലെങ്കിൽ -6 അകത്ത് വരില്ല, 0 വരും പകരം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് അവിടെ -6 × -6 അല്ലേ വരണ്ടേ? അല്ല, -6 വരുന്ന ഒറ്റ ഇടത്തേ ഉള്ളൂ, സൗത്ത് വെസ്റ്റില്. അപ്പൊ സൗത്ത് വെസ്റ്റിൽ ഒരു വാസ്തുദോഷം ഒന്നുമില്ല. കേൾക്കുക, തെക്ക് പടിഞ്ഞാറും വാസ്തുദോഷം ഒന്നുമില്ല, തെക്ക് വശത്തും വാസ്തുദോഷം ഒന്നുമില്ല. എനിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വാസ്തുദോഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ -6 കടത്തിവിടില്ല, തെക്ക് വശവും വാസ്തുദോഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് -4 കടത്തിവിടില്ല. പക്ഷേ രണ്ടിടത്തും വാസ്തുദോഷം ഉണ്ടെന്നിരിക്കട്ടെ, തെക്ക് പടിഞ്ഞാറ് ഒരു വാസ്തുദോഷം ഉണ്ട്, തെക്ക് വശത്ത് ഒരു വാസ്തുദോഷം ഉണ്ട്. തെക്ക് പടിഞ്ഞാറ് വാസ്തുദോഷം ഉള്ളതുകൊണ്ട് -6 കടത്തിവിടും, തെക്ക് വശത്ത് വാസ്തുദോഷം ഉള്ളതുകൊണ്ട് -4 കടത്തിവിടും. അപ്പൊ -6 -4 അകത്ത് വരുന്നതുകൊണ്ട് -4 × 6 -24 ആവും. മനസ്സിലായില്ലേ? കാരണം അത് മൈനസിനെ കടത്തിവിടും. വാസ്തുദോഷം ഉണ്ടെങ്കിൽ മൈനസിനെ കടത്തിവിടും, വാസ്തുദോഷം ഇല്ലെങ്കിൽ മൈനസിനെ കടത്തിവിടില്ല. ഇനി വാസ്തുദോഷം ഇല്ലെങ്കിൽ പോസിറ്റീവിനെ കടത്തിവിടും, അത് നെഗറ്റീവിനെ കടത്തിവിടില്ല. അത് മാത്രം ഓർത്താൽ മതി. നമ്മൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ പിന്നെ അത് മാത്രം ഓർത്താൽ മതി. സാർ ഇവിടെ ഇപ്പൊ പറഞ്ഞതേ, തെക്ക് പടിഞ്ഞാറത്തെ റൂം മരണച്ചുറ്റിലാണ്. അപ്പൊ അവിടെ -6 ആയല്ലോ, -6 അകത്ത് വരും, അകത്ത് കയറിയില്ല. അന്നേരം അതിനെ -6 × -6 വരണ്ടേ അവിടെ പോയിന്റ്? ഇല്ല, വരില്ല. -6 ഉള്ളൂ, വേറെ -6 ഇവിടെ വരുന്നു, ഒറ്റ -6 അല്ലേ അകത്ത് കയറി. ഒരു ദോഷം ഉണ്ടെങ്കിൽ ഒറ്റ തവണ അതങ്ങ് എഴുതിയാൽ മതി അല്ലേ? ഏതെങ്കിലും ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് അകത്ത് കയറും. അവിടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ ഈ -6 അകത്ത് കയറും. അല്ലാതെ -6 × -6 വേണ്ട. ഇല്ല, അത് വേറെ -6 വരുന്നില്ലല്ലേ. ഏതെങ്കിലും -6 കൂടെ വന്നാലല്ലേ -6 × -6 ആവുള്ളൂ. ഇവിടെ തെക്ക് പടിഞ്ഞാറ് ഒരു -6 മാത്രമേ അകത്ത് വരുന്നുള്ളൂ. അപ്പൊ -6 വേറെ മൈനസ് വല്ലതും വരികയാണെങ്കിൽ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂടും. പറഞ്ഞൊരു സംശയം വന്നത് സാർ, 6 × 4 24 ഇങ്ങനെ പറഞ്ഞു, അതിലാണ് ഒരു സംശയം വന്നത്. അതുകൊണ്ട് സൗത്ത് വെസ്റ്റിലും വാസ്തുദോഷമുണ്ട്, തെക്ക് വശത്തും വാസ്തുദോഷമുണ്ട്. രണ്ടിടത്തും വാസ്തുദോഷം ഉണ്ടെങ്കിൽ കന്നിമൂലയിലുള്ള വാസ്തുദോഷം -6 കടത്തിവിടും, തെക്ക് വശത്തുള്ള വാസ്തുദോഷം -4 കടത്തിവിടും. അപ്പൊ അകത്ത് -4 വരും, -6 വരും. അപ്പൊ -6 × 4 -24 വരും. അങ്ങനെ മൈനസ് എല്ലാം കൂടെ ഗുണിക്കുക, പ്ലസ് എല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് ആ പ്ലസും മൈനസും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ കൗണ്ട് കിട്ടും.
ചിലപ്പോ തെക്ക് പടിഞ്ഞാറ് ദോഷങ്ങൾ രണ്ടാണെങ്കിൽ -6 × 2 അല്ലേ എടുക്കേണ്ടത്? ഇല്ല, ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിലും ഇത് അകത്ത് കയറും. വേറെ രണ്ടാമത് ദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പ്രശ്നമല്ല. അതെ, അതിന്റെ കൗണ്ടപ്പ് എടുക്കുമ്പോ രണ്ട് ദോഷാണ് തെക്ക് പടിഞ്ഞാറ്. ഇല്ല, ആകെ -6 ഉള്ളൂ തെക്ക് പടിഞ്ഞാറ്. അത് ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ ആ -6 അകത്ത് കയറും. പിന്നെ അകത്ത് കയറാൻ മൈനസ് ഇല്ല. രണ്ട് ദോഷം ഉണ്ടെങ്കിലോ? രണ്ട് ദോഷം ഉണ്ടെങ്കിൽ ഒരു പിന്നെ -6 കയറുള്ളൂ. രണ്ട് പ്രാവശ്യം -6 കയറില്ല. അതുകൊണ്ടാണ് അത് ചെറിയ ദോഷമാണെങ്കിൽ ശരി, വലിയ ദോഷമാണ്, ഇപ്പൊ മഹാദോഷമാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ നിസ്സാര ദോഷമാണെന്നിരിക്കട്ടെ, ഏതായാലും ഒരു ദോഷം ഇപ്പൊ കന്നിമൂലയുടെ ഭാഗത്തുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വാസ്തുദോഷം കന്നിമൂലയുടെ ഭാഗത്തുണ്ടെങ്കിൽ -6 അകത്ത് വിടും. ഒരെണ്ണം മതി. പിന്നെ രണ്ടാമതൊരു ദോഷം ഉണ്ടെങ്കിൽ വേറെ പിന്നെ അകത്ത് വിടാനില്ല. കാരണം ഈ -6 കയറി കഴിഞ്ഞു. ഈ വടക്ക് കിഴക്ക് കിണറുണ്ടെങ്കിൽ +6 തന്നെ കിട്ടും അല്ലേ സാർ? വടക്ക് കിഴക്ക് പിന്നെ ദോഷമൊന്നും ഇല്ലെങ്കിൽ +6 അകത്ത് കയറും. ഇപ്പൊ കിണറുണ്ടെങ്കിൽ പറയാൻ ഒക്കില്ല. വേറെ ദോഷം ഉണ്ടെങ്കിൽ ഇപ്പൊ കിണറുണ്ടെന്നിരിക്കട്ടെ, പക്ഷെ വടക്ക് കിഴക്ക് പിന്നെ ഇപ്പൊ നമുക്ക് ഒരു കട്ടിങ് ഉണ്ടെന്നിരിക്കട്ടെ, വീടിനൊരു കട്ടിങ് ഉണ്ട്, അപ്പൊ അതൊരു വാസ്തുദോഷമാണ്. അപ്പം +6 വിടൂല. എത്ര പോസിറ്റീവ് ഉണ്ടെങ്കിലും ശരി, ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ അകത്ത് വിടും, പോസിറ്റീവിനെ വിടൂല. മനസ്സിലായില്ലേ? മനസ്സിലായി. സാറേ, ഇപ്പൊ നമ്മുടെ വാസ്തുശാസ്ത്രം അനുസരിച്ച് അടുക്കള തെക്ക് കിഴക്കാണ് പറയണത്. പക്ഷെ പഴയ കേരളത്തിലെ വീടുകളിലെല്ലാം വടക്ക് കിഴക്കാണ്. അതെ. അപ്പൊ അവിടെ വടക്ക് കിഴക്ക് അടുക്കള വന്നാൽ അത് എത്ര ഇത് വരും? അല്ല, വടക്ക് കിഴക്ക് അടുക്കള എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് വടക്ക് കിഴക്ക് അടുക്കള പിന്നെ ഇതില് ഏതാ മനുഷ്യാലയന്ത്രയിൽ മാത്രമേ വടക്ക് കിഴക്ക് അടുക്കള ആകാന്ന് പറഞ്ഞുള്ളൂ. ബാക്കി മയമതം, മാനസാര, പ്രകൃതിസംഹിത ഇതിലൊന്നും വടക്ക് കിഴക്ക് അടുക്കള ആകാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വടക്ക് കിഴക്ക് അടുക്കള വന്നു കഴിഞ്ഞാൽ അതൊരു വാസ്തുദോഷമായിട്ട് എടുക്കുക. തെക്ക് കിഴക്ക് അടുക്കള വരുന്നത് നല്ലതാണ്, ഉത്തമമായിട്ട് എടുക്കുക. ക്ലിയറായോ? മനസ്സിലായോ? ചിലപ്പോ വടക്ക് കിഴക്ക് അടുക്കള വരുമ്പോ അവിടെ മൂല്യം 0 അല്ലേ? വടക്ക് കിഴക്ക് അടുക്കള വരുമ്പോ അങ്ങനെയല്ല. വടക്ക് കിഴക്ക് അടുക്കള വരിക എന്ന് പറഞ്ഞാല് നമുക്കറിയാം വടക്ക് കിഴക്ക് അടുക്കള നല്ലതല്ല, അപ്പോൾ നെഗറ്റീവായിട്ട് വരും. ആ നെഗറ്റീവ് എന്ന് വരുമ്പോൾ +6 അകത്ത് വിടില്ല. അവിടെ -6 ഇല്ലല്ലോ, +6 മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ അകത്തോട്ട് വിടില്ല. അപ്പൊ അവിടെ 0 വരും. സാർ, എന്റെ വീടിന്റെ പ്ലാനിലെ കിഴക്ക് ദർശനമാണ്. അതിലെ മെയിൻ ഗേറ്റ് നമുക്ക് ഇന്നിപ്പോ പരീക്ഷയായിട്ട് ബേസ് ചെയ്ത ഒരു സംശയം ചോദിക്കാം. കാരണം വീടിന്റെ കാര്യമൊക്കെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കണം. കാരണം നമുക്ക് എക്സാമിനേഷന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കും ഇന്ന് നല്ലത്. മെയിൻ ഗേറ്റിന്റെ ഒരു സംശയം മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത് കൗണ്ട് തിയറി ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഓരോ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് എത്ര പോസിറ്റീവ് ഉണ്ട് അത് തമ്മിൽ കൂട്ടുക, എത്ര നെഗറ്റീവ് ഉണ്ട് അത് തമ്മിൽ ഗുണിക്കുക, അപ്പൊ ടോട്ടൽ കൗണ്ട് കിട്ടും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കൗണ്ട് തിയറി, വളരെ സിമ്പിൾ ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടില്ല. ഇട്ട് കാണുമല്ലോ. ഇല്ല സാർ, ഇട്ടില്ല. ലാൽ ഉണ്ടോ? ലാൽ, ഹലോ, നിങ്ങൾ ലാലിനോട് ചോദിക്കാത്തതായിരുന്നു. ഇപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞ കാര്യം ലാലാണോ അയക്കുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഡയറക്ടർ ഇട്ടിട്ടില്ല സാറേ. ഇട്ടില്ല. നാളെ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ഒരു ഇത് വേണ്ടേ? ഒരു സെക്കൻഡ്. ലാല് പല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി കൂടെയാണ്. നിങ്ങൾക്ക് അഥവാ നാളെ ഇപ്പോൾ ഒരു ഉച്ച വരെ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ചോദിക്കാം, ഇങ്ങനെ ഇട്ടിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഗ്രൂപ്പിലിടാം, ഇങ്ങനെ ഇടണമെന്ന് പറഞ്ഞ് ഗ്രൂപ്പിലിടാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം. വേറെ എന്തോ പറഞ്ഞാൽ സാറേ, ഈ ഒരു ക്വസ്റ്റ്യൻ അതിലേ പടിഞ്ഞാറ് ദർശനമായ ഒരു വീട്ടില് ഭാര്യ ഭർത്താവ് തമ്മില് എന്തോ പ്രശ്നം, ആ രീതിയിലൊരു ചോദ്യം കണ്ടായിരുന്നു. ഏത് ഇയറിലാണെന്നറിയാമോ? 2 വർഷം മുമ്പുള്ളതാണ്. അതായത് ഒരു സെക്കൻഡ് ഞാൻ നോട്ട് ചെയ്തോട്ടെ ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ്. പടിഞ്ഞാറ് ദർശനമായ കഴിഞ്ഞ വർഷത്തെ തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ, പേപ്പർ എഴുതി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറയൂ. പടിഞ്ഞാറോട്ട് ദർശനമായ വീടിനെ എന്ത് ചെയ്യണമെന്ന്, അവിടുത്തെ കലഹമാണെന്ന് തോന്നുന്നു അല്ലേ? പശ്ചിമേ കലഹം കറക്റ്റായിട്ട് അറിയാവോ? തോന്നുന്നല്ലാതെ ഞാൻ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തുകൊണ്ട് വരണം. സംശയം വെച്ചുകൊണ്ട് എഴുതിയാൽ ശരിയാവില്ല. ക്വസ്റ്റ്യൻ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പറയാം.
അങ്ങനെ എടുക്കും. കാരണം അതിൽ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ നമുക്ക് ചെയ്യാൻ ഒക്കില്ല. സാർ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് അത് പ്രിന്റ് ചെയ്ത് ബുക്കായിട്ട് തന്നെ തരണോ സാർ? അത് എഴുതി ഇല്ല, എഴുതി തന്നെ കൗണ്ട് ചെയ്യില്ല. അത് പ്രോജക്റ്റ് ടൈപ്പ് അത് ഡബിൾ സ്പേസിൽ പ്രോജക്റ്റ് നമ്മളെ മിക്കവാറും പ്രസ്സുകാർക്കെല്ലാം അറിയാം. അവര് അത് അതിൻ്റെതായ അങ്ങനെ ടൈപ്പ് ചെയ്ത് തന്നെ എടുക്കണം. ടൈപ്പ് ചെയ്തു അല്ലെ പ്രിന്റാണ്, ടൈപ്പിംഗ് അല്ല. അത് DTP എടുത്താ പോരെ? DTP പ്രിന്റ് കേട്ടില്ല. DTP എടുക്കുക. DTP എടുത്തിട്ട് അത് അതിന്റെ നമ്പർ ഓഫ് പേജസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് പരീക്ഷയുടെ ഡേറ്റിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻ കണ്ടില്ലേ സാർ? ഞാൻ പിന്നെ ചോദിക്കാം. ഓക്കെ. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ആ ക്വസ്റ്റ്യൻ പിന്നെ ഇതില് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഇട്ടിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറയണം. പക്ഷേ വിളിച്ച് പറഞ്ഞില്ലേ ചിലപ്പോൾ ഞാനത് ശ്രദ്ധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്ന് വരില്ല. ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇനി ചിലപ്പം നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. കാരണം ഇന്നത്തോടെ സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതായിരുന്നു അത്. അതെ, മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഏത് ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും നോക്കിയെടുക്കണം. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഏതെങ്കിലും ഇങ്ങനെ സംശയമുള്ള വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ രണ്ട് ഇയർ ക്വസ്റ്റ്യൻ തന്നെ എഴുതി എടുത്തോണ്ടാൽ എളുപ്പമുണ്ട്. ആ ക്വസ്റ്റ്യൻ എഴുതി വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ നോക്കില്ല. അപ്പൊ ഇത് നമ്മൾ നമുക്ക് ഇനി നമുക്ക് ഇതില്ല. പിന്നെ ക്ലാസ് ഇനി ഒരു അടുത്ത ഇന്ന് റിവിഷന് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് തീരും. അടുത്ത ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മുടെ ലാലിനോട് ചോദിച്ച പരീക്ഷയുടെ ഡേറ്റ് പറയും. പരീക്ഷയുടെ ഡേറ്റിൽ നമുക്ക് എക്സാമിനേഷൻ ആയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രോജക്ട് റിപ്പോർട്ട് എന്നത്തേക്കാണ് അയക്കേണ്ടത്? പ്രോജക്ട് റിപ്പോർട്ട് ആ പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് എക്സാമിനേഷന്റെ ഡേറ്റ്. നേരത്തെ എല്ലാം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ക്വസ്റ്റ്യൻ തന്നു അന്ന് തന്നെ പറഞ്ഞാണ് എക്സാമിനേഷന്റെ ഡേറ്റ് ആണ് ഇതിന്റെ പ്രോജക്റ്റിന്റെ ഡ്യൂ ഡേറ്റ്. അത് പ്രത്യേകം നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും പഠിത്തമെല്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ വീടുകളിൽ പോയി നമ്മൾ പരിശോധിക്കാൻ പോകും. ആദ്യം നമ്മുടെ വീട് പരിശോധിക്കണം. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റിൽ നിങ്ങളുടെ വീട് പരിശോധിക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട് പരിശോധിച്ച് അതിന്റെ ആയം വ്യയം യോനി ഇതെല്ലാം കണ്ട് അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, ആ കാര്യമൊക്കെ ആദ്യം നമ്മുടെ വീട് നോക്കണം. നമ്മുടെ വീട് ദോഷങ്ങൾ അത് പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന വീടാണ്. നമ്മളെന്തെങ്കിലും ഒരു കൂടുതൽ വാസ്തുദോഷമുള്ള വീട്ടിൽ താമസിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു മുകളിലോട്ട് വരാനൊക്കില്ല. അപ്പൊ നമുക്ക് ഉയർച്ച വേണമെങ്കിൽ നമ്മളുടെ വീട്ടിലെ വാസ്തുദോഷം ആദ്യം ഇല്ലാതാക്കണം. അതിനാണ് ഈ ഒരു വളരെ ആലോചിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. അത് പല്ലുവാന് ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള പല ക്ലാസ്സിലും അവരുടെ വാസ്തുദോഷങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് അവർ ശരിയാക്കിയിട്ട് അതുകൊണ്ട് വന്ന വ്യത്യാസങ്ങൾ അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഈ സ്റ്റുഡൻസ്. ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ ഉടനെ ആയില്ല, 2, 3 അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ കണ്ടുപിടിച്ച് ചെയ്തില്ല. വെറുതെ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടും കാര്യമില്ല. അത് എങ്ങനെ ആ ദോഷത്തെ ഇല്ലാതാക്കാം, എങ്ങനെ അതിനെ ദോഷത്തിന് എന്ത് പരിഹാരം ചെയ്യാം എന്ന് കണ്ടിട്ട് ആ പരിഹാരം ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും സംശയം? ഈ വീടിന്റെ സ്റ്റെയർ കേസ് സാർ, സ്റ്റെയർ കേസ് വെളിയിൽ വരുന്ന സ്റ്റെയർ കേസ് നമ്മൾ ഇതിൽ കണക്കാക്കുമോ? അതോ അകത്ത് വരുന്ന സ്റ്റെയർ കേസ് മാത്രമേ? ഒരു നില കെട്ടിടമാണ്. നമ്മൾ ഈ വാസ്തുമൂല്യ നിർണയത്തിലേ സാർ, പൂർണ്ണമായ വാസ്തുമൂല്യ നിർണയം നടത്തുമ്പോഴേ ശബ്ദം കേൾക്കുന്നു കേട്ടോ, കുട്ടികളാരുമാണെന്ന് തോന്നുന്നു. ഓക്കെ, പറയൂ. വാസ്തുമൂല്യ നിർണയം നടത്തുമ്പോഴേ സാർ, ഈ സ്റ്റെയർ കേസിന്റെ 13ാമത്തെ പോയിന്റിൽ സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റെയർ കേസിന്റെ സ്ഥാനം നോക്കും. സ്റ്റെയർ കേസിന്റെ സ്ഥാനം പിന്നെ എവിടെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അതിനകത്ത് മൂല്യം എഴുതിയിട്ടുണ്ട്. ആ മൂല്യം എഴുതിയിട്ട് അത് ആ മൂല്യത്തിൽ കൂട്ടും. സ്റ്റെയർ കേസ് എഴുതിയിട്ട് അതിന്റെ സ്ഥാനം എവിടെയാണ്, ദിശ അനുസരിച്ച് ദിശ വരുമ്പോൾ. പിന്നെ
പിന്നീട് വരുന്നുണ്ട് സ്റ്റെയർ കേസിന്റെ ഡയറക്ഷൻ. അത് പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയത്തിൽ സ്റ്റെയർ കേസ് കയറുന്ന ഡയറക്ഷൻ ഏതാണ് അതൊക്കെ വരുന്നുണ്ട്. സ്റ്റെയർ കേസിൽ ആ കാര്യമൊക്കെ പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയത്തിൽ വരും. ദിശ മാത്രമുള്ളത് സ്റ്റെയർ കേസിന്റെ സ്ഥാനമാണ് നോക്കുന്നത്. ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റ് സ്റ്റെയർ കേസ് വരുന്നത് സ്ഥാനദോഷമുണ്ട്. അല്ലെങ്കിൽ എന്താ ബ്രഹ്മസ്ഥാനത്ത് സ്റ്റെയർ കേസ് വരുന്നു, അത് സ്ഥാനദോഷമുണ്ട്. അതൊക്കെ 4 സ്ഥലത്തെ സ്റ്റെയർ കേസിന് സ്ഥാനദോഷം ഇല്ലാതുള്ളൂ. ആ 4 സ്ഥലം അല്ലാതെ മറ്റെവിടെ സ്റ്റെയർ കേസ് വന്നാലും അതിന് സ്ഥാനദോഷമുണ്ട്. ഉദ്ദേശിച്ചത് സാറ് ഒരു നില കെട്ടിടമാണ്, അത് വെളിയിലാണ് സ്റ്റെയർ കേസ്. അപ്പൊ സ്റ്റെയർ കേസ് അത് നമ്മൾ ഉൾപ്പെടുത്തണം അകത്ത് വരുന്ന. എന്തില്ല ചുറ്റിലാണോ? ചുറ്റില് സാർ. ചുറ്റില് പിന്നെ സ്റ്റെയർ കേസ് വെളിയിലുള്ള സ്റ്റെയർ കേസിന് ചുറ്റി വരില്ല. അത് മെയിൻ ഭിത്തിയുടെ വെളിയിൽ കൂടെ വരുള്ളൂ. സാർ, ആ ചോദ്യം കിട്ടി. പടിഞ്ഞാറ് ദിശയിൽ നിന്നും പ്രവേശിക്കുന്ന ഒരു സെക്കൻഡ് ഞാൻ എഴുതിക്കോട്ടെ. പടിഞ്ഞാറ് ദിശയിൽ നിന്നും പ്രവേശിക്കുന്ന പടിഞ്ഞാറ് ദിശയിൽ നിന്നും പ്രവേശിക്കുന്ന ഒരു ഗ്രഹത്തിൽ താമസിക്കുന്ന ഒരു ഗൃഹത്തിൽ താമസിക്കുന്ന ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും വൈവാഹിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് സ്ഥിര ദിശാനുബന്ധിയായും പ്രവേശന ദിശാനുബന്ധിയായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുക അല്ലേ? അതെ അതെ. 12 മാർക്കാ. ഓക്കെ, പഠിച്ചതാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആദ്യം നമ്മളത് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതോ ഒരു ഐഡിയ കിട്ടുന്നില്ലേ? നമ്മൾ 2 ഇത് പഠിച്ചിട്ടുണ്ട്, പ്രവേശന ദിശാനുബന്ധിയും സ്ഥിര ദിശാനുബന്ധിയും. അത് ആ 2 ഇത് പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? അത് വരും. അത് ഈ സൗത്ത് വെസ്റ്റ് ഇന്ത്യയിൽ സാർ ഈ വൈവാഹിക ബന്ധം എന്ന് പറയുമ്പം കന്നിമൂല സൗത്ത് വെസ്റ്റ് മാത്രമല്ല, അതായത് സ്ഥിര ദിശാനുബന്ധിയായിട്ട്, അതായത് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരയ്ക്കുക. അതായത് എന്താ ഒക്ടഗൺ വരയ്ക്കണം ആദ്യം. ഒക്ടഗൺ വരയ്ക്കുന്ന അറിയാമല്ലോ, 8 സൈഡുള്ള ഒരു ഫിഗർ. ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, അതായത് ആ പാക്കോമറിനൊക്കെ ഇല്ലേ, പാക്കോമറിന്റെ ഒക്കെ ഷേപ്പിലുള്ള 8 വശമുള്ള ഒരു ഫിഗർ വരയ്ക്കണം. അതായത് അത് വരച്ചിട്ട് അതില് വടക്കിന് 1 കൊടുക്കണം. ഇപ്പൊ ഈസ്റ്റ് മുകളിൽ ഈസ്റ്റ്, താഴെ വെസ്റ്റും, വടക്ക് വശം നോർത്ത്, സൗത്ത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ്, ഒരു സെക്കൻഡ് നീക്കോട്ടെ, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ അങ്ങനെ ഓരോ വശങ്ങൾക്കും ആ ഡയറക്ഷൻ കൊടുക്കുക. നോർത്ത് 1 ആയിരിക്കണം. നോർത്തിന് 1 കൊടുക്കും. നോർത്ത് ഈസ്റ്റ് 2, ഈസ്റ്റ് 3, സൗത്ത് ഈസ്റ്റ് 4, സൗത്ത് 5, സൗത്ത് വെസ്റ്റ് 6, സൗത്ത് 7, നോർത്ത് വെസ്റ്റ് 8. അത് മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ ഇതിലെ സ്ഥിര ദിശാനുബന്ധിയായിട്ടാണെങ്കിൽ 1, അതായത് നോർത്തിന് നമുക്ക് പിന്നെ നോർത്തിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഓരോന്ന്. നോർത്ത് ഈസ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്. നോർത്തിലാണെങ്കിൽ നമ്മുടെ പിന്നെ എന്താ നമ്മുടെ പ്രവൃത്തി, അതായത് നമ്മുടെ പ്രവൃത്തി മണ്ഡലം എന്തുവാണോ അതാണ്. നോർത്തിൽ നമ്മുടെ പ്രവൃത്തി മണ്ഡലമാണ്. അത് എഴുതിക്കൂടോ? അത് പ്രവൃത്തി മണ്ഡലം നോർത്തില്. നോർത്ത് ഈസ്റ്റിലെ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ഓർമ്മയുണ്ടോ? അത് പഠിച്ചിട്ടുള്ളൂ അവിടെ. ഈസ്റ്റില് ഫാമിലി ആൻഡ് ഹെൽത്ത്. ഈസ്റ്റില്. സൗത്ത് ഈസ്റ്റില് പിന്നെ ഫിനാൻഷ്യൽ, അതായത് സാമ്പത്തികം, ഫിനാൻസ് അല്ലെങ്കിൽ വെൽത്ത് ആണ്. സാമ്പത്തികം അല്ലെങ്കിൽ വെൽത്ത് ആണ് സൗത്ത് ഈസ്റ്റ്. എഴുതിയല്ലോ. സൗത്ത് എന്ന് പറയുന്നത് നമുക്ക് പേരും
പെരുമയും എന്ന് പറയുന്നത്, അതായത് നെയിം ആൻഡ് റെക്കഗ്നിഷൻ, പേരും പെരുമയും ഒക്കെ വരുന്നത്, അതാണ് സൗത്ത്. അത് ആദ്യം എഴുതണം, പേരും പെരുമയും. സൗത്ത് വെസ്റ്റ് വരുന്നത് മാരിയേജ് റിലേഷൻ, വൈവാഹിക ബന്ധം. വൈവാഹിക ബന്ധം സൗത്ത് വെസ്റ്റ് വരും. വെസ്റ്റിൽ വന്നിട്ട് ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നോർത്ത് വെസ്റ്റ് വന്നിട്ട് പിന്നെ ഇനി വരുന്ന, അതായത് ഇതെന്നാ പിന്നെ നോർത്ത് വെസ്റ്റില് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്, വെളിയിൽ നിന്ന് നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഒന്നും അല്ലാത്തവരുടെ ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. അപ്പൊ ഇതിനകത്ത് നോക്കുക, അത് എഴുതിയോ? ഈ 8 എഴുതിയോ? 7 പറഞ്ഞു സാറേ, എട്ടാമത്തെ ഒന്നും കൂടി പറ. സൗത്ത് വെസ്റ്റ് ആണ് വൈവാഹിക ബന്ധം. അപ്പൊ ഇവിടെ ഇത് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് ഈ വീട്ടിൽ പ്രവേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പടിഞ്ഞാറ് ദിശയിൽ. അപ്പൊ ആദ്യം രണ്ടും നോക്കണം, സ്ഥിരദിശാനുബന്ധിയായിട്ട് നോക്കണം, അതുപോലെ തന്നെ പ്രവേശന ദിശാനുബന്ധിയായിട്ട് നോക്കണം. അപ്പൊ സ്ഥിരദിശാനുബന്ധിയായിട്ട് നോക്കണമെങ്കിൽ ഇവിടെ പടിഞ്ഞാറ് ദിശയിൽ പ്രവേശിക്കുന്ന ഗൃഹത്തിൽ താമസിക്കുന്ന ഗൃഹനാഥന്റെയും മാരേജ് റിലേഷൻ മെച്ചപ്പെടുന്നതിൽ സ്ഥിരദിശാനുബന്ധിയായും പ്രവേശനം. അപ്പൊ സ്ഥിരദിശാനുബന്ധിയായിട്ട് ആകുമ്പോൾ സൗത്ത് വെസ്റ്റ് മാക്സിമം എനർജൈസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഹലോ, മനസ്സിലായി സാർ, മനസ്സിലായി. സ്ഥിരദിശാനുബന്ധിയായിട്ട് നോക്കുമ്പോൾ സൗത്ത് വെസ്റ്റ് മാക്സിമം എനർജൈസ് ചെയ്യണം. ഇനി പിന്നെ പ്രവേശന ദിശാനുബന്ധിയായിട്ട് നോക്കുമ്പോൾ ഇവിടെ പടിഞ്ഞാറിന്ന് പ്രവേശിക്കുന്നതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറ് 1 എടുക്കണം. അതിപ്പം വൈവാഹിക ബന്ധം 6 ആണ്. അപ്പോൾ പടിഞ്ഞാറ് 1 ആകുമ്പോൾ പടിഞ്ഞാറ് 1, പിന്നെ വടക്ക് പടിഞ്ഞാറ് 2, വടക്ക് 3, വടക്ക് കിഴക്ക് 4, കിഴക്ക് 5, തെക്ക് കിഴക്കാണ് 6 വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അതായത് പടിഞ്ഞാറ് 1 എടുത്തിട്ട് ഇതുവരെ ക്ലോക്ക് വൈസിലാക്കുക. 1, 2, 3 ആകുമ്പോൾ തെക്ക് കിഴക്ക് 6 വരും. അതായത് വൈവാഹിക ബന്ധം തെക്ക് കിഴക്ക് വരും. അപ്പം പ്രവേശന ദിശാനുബന്ധിയായിട്ട് പടിഞ്ഞാറ് നിന്ന് പ്രവേശിക്കുന്ന വീട്ടില് തെക്ക് കിഴക്കാണ് പിന്നെ വൈവാഹിക ബന്ധം. അത് ക്ലിയർ ആയോ? മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും മാരേജ് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തണമെങ്കിൽ സൗത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റും മാക്സിമം എനർജൈസ് ചെയ്യണം. ആ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയും അതുപോലെ തെക്ക് കിഴക്ക് മൂല, അല്ലെങ്കിൽ അഗ്നിമൂലയും കന്നിമൂലയും പരമാവധി ഊർജ്ജവൽക്കരിച്ച് ആണെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥന്റെയും ഗൃഹനാഥയും മാരേജ് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നതാണ്. ഇത് അത്രയാണ് അതിന്റെ ഫുൾ ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. കാരണം മനസ്സിലായോ? മനസ്സിലായി. കാരണം അത് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഏത് ഇപ്പൊ ഉദാഹരണത്തിന് സമ്പത്താണ്, സാമ്പത്തികമായ അപൂർത്തിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയും? സാമ്പത്തികമായ അപൂർത്തി മെച്ചപ്പെടുത്തണമെങ്കിൽ ദിശാനുബന്ധിയായിട്ട് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? സൗത്ത് ഈസ്റ്റും. അത് എവിടുന്ന് പടിഞ്ഞാറുന്ന് പ്രവേശിച്ചിരിക്കട്ടെ. അപ്പൊ അവിടുന്ന് എണ്ണി വരണം. പടിഞ്ഞാറുന്ന് 1 എണ്ണി വരണം. അപ്പൊ എത്ര വരെ എണ്ണും? 4 വരും. കാരണം 4 സൗത്ത് ഈസ്റ്റ്. വടക്കുന്നില്ലേ തുടങ്ങുന്നത്? ബന്ധിയായിട്ടാകുമ്പോൾ 4 സൗത്ത് ഈസ്റ്റ്. ആ 4 പടിഞ്ഞാറ് എണ്ണണം. അപ്പൊ നമുക്ക് 1, 2, 3, 4 ആകുമ്പോൾ നോർത്ത് ഈസ്റ്റ് വരും. അപ്പൊ നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും എനർജൈസ് ചെയ്യണം സാമ്പത്തികം മെച്ചപ്പെടണമെങ്കിൽ. അതായത് സ്ഥിരദിശാനുബന്ധിയായിട്ട് സൗത്ത് ഈസ്റ്റും പ്രവേശന ദിശാനുബന്ധി പടിഞ്ഞാറിന്ന് പ്രവേശിക്കുകയാണെങ്കിൽ പ്രവേശന ദിശാനുബന്ധിയായിട്ട് നോർത്ത് ഈസ്റ്റും. അപ്പൊ ആ 2 ഭാഗവും മാക്സിമം എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് അത് സ്ഥിരദിശാനുബന്ധിയായിട്ട് നോക്കണം, പ്രവേശന ദിശാനുബന്ധിയായിട്ട് നോക്കണം. ഒന്ന് വടക്ക് വശം എഡ്യൂക്കേഷൻ നോളജ് ആണ് വടക്ക് കിഴക്ക്. അത് സ്ഥിരദിശാനുബന്ധിയായിട്ടാണ് വടക്ക് കിഴക്ക്. പിന്നെ എവിടെ നിന്നാണോ അത് 2 ആണ്. അതായത് രണ്ടാമത്തെയാണ് എഡ്യൂക്കേഷൻ നോളജ് വരുന്നത്. 1 പ്രവൃത്തി മണ്ഡലം, നമ്മുടെ പിന്നെ കരിയറാണ് 1. നമ്മൾ ഏത് മണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ അഭിവൃദ്ധിയാണ് 1 എന്ന് പറയുന്നത് വടക്ക് വശം. വടക്ക് കിഴക്കാണ് എഡ്യൂക്കേഷൻ നോളജ് നമ്മൾ സ്ഥിരദിശാനുബന്ധിയായിട്ട്. പ്രവേശന ദിശാനുബന്ധിയായിട്ട് എവിടെ നിന്നാണോ കയറുന്നത് അവിടുന്ന് 2. അത് രണ്ടും എൻഗേജ് ചെയ്യണം. ഈ ലാസ്റ്റത്തെ നോർത്ത് വെസ്റ്റ് ഏതാണ്? കേട്ടില്ല. നോർത്ത് വെസ്റ്റ് പറഞ്ഞ ഏതാണ്? ചിൽഡ്രൻ ക്രിയേറ്റിവിറ്റി കഴിഞ്ഞിട്ട് വെസ്റ്റ് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റ് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സോ ബന്ധുക്കളോ ഒന്നും അല്ലാതെ മറ്റുള്ളവരുടെ നമുക്ക് സഹായം. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് എവിടെയെങ്കിലും ദൂരെ ഒരു സ്ഥലത്ത് പോകുന്നു, എവിടെയെങ്കിലുമൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം നമുക്ക് വരുന്നു. അപ്പോൾ അവിടെ നമുക്ക് സഹായിക്കാൻ നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ സഹായത്തിന് വരും. അപ്പോൾ അതാണ് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. നമ്മുടെ ഇമ്മീഡിയറ്റ് ബന്ധത്തിലോ പരിചയത്തിലോ ഒന്നും ഇല്ലാത്ത ആളുകൾ
ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ എത്തുന്നതിനാണ് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ് ഉദ്ദേശിക്കുന്നത്. അത് നോർത്ത് വെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വീടിന്റെ. ഇപ്പൊ നന്നായി മനസ്സിലായി സർ. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയങ്ങളോ? സംശയമൊന്നുമില്ല. സർ, ഇപ്പൊ ഈ തെക്ക് കിഴക്ക് ഞങ്ങള് അടുക്കള നല്ലതാണ് പറഞ്ഞല്ലേ, അപ്പൊ തെക്ക് കിഴക്ക് അപ്പൊ ശരിക്കും വെന്റിലേഷൻ, അപ്പൊ ജനലും വാതിലുകളൊക്കെ വാതിലുണ്ടെങ്കിൽ അപ്പൊ കുഴപ്പമുണ്ടോ അടുക്കളയില്? അത് പടിഞ്ഞാറ് കൊടുക്കണം, തെക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ സർ? അല്ല, എവിടെ ആയാലും നമുക്ക് വാതിൽ കൊടുക്കുന്നത് അതിന്റെ കറക്റ്റ് ദിശ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട്. അതെ അതെ. അപ്പൊ സാറ് അപ്പൊ തെക്ക് കിഴക്കിന്റെ തെക്ക് കൊടുക്കാൻ പറഞ്ഞു അല്ലേ? തെക്ക് കിഴക്കിന്റെ തെക്ക് വശം നല്ലതാണ്, തെക്ക് കിഴക്കിന്റെ കിഴക്ക് വശം പാടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ജനലുകൾ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് തുറന്നിടാം. അപ്പൊ തെക്ക് കിഴക്കിന്റെ കിഴക്ക് വശത്ത് ജനലുകൾ കൊടുക്കുമല്ലോ. തെക്ക് കിഴക്കിന്റെ ജനല ഡോറ് വരുന്നില്ല, കാരണം തെക്ക് കിഴക്ക് നമുക്ക് തെക്ക് കിഴക്ക് വെച്ചാണ് നമ്മുടെ മിക്കവാറും നമ്മളെ ഇത് ആഹാരമൊക്കെ പാകം ചെയ്യുന്നത്. അപ്പൊ ആ പുക പോകാനായിട്ട് ഇപ്പൊ അതിന് തെക്ക് ജനല ഇപ്പൊ ഇതല്ല, പ്രധാനമായിട്ടും മോളിൽ കൂടെ ഫുഡ് വഴിയാണ് ഇപ്പം അയറൊക്കെ വലിച്ചെടുക്കുന്നത്. എന്നാലും ജനല് നമുക്ക് കിഴക്ക് വശത്ത് കൊടുക്കാം. എപ്പോഴും തെക്ക് കിഴക്ക് അടുക്കള വന്നു കഴിഞ്ഞാൽ കിഴക്ക് വശത്ത് ജനല് കൊടുക്കാം. ജനല് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ജനല് തുറന്നിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ജനല് കൊടുക്കാം. ഡോറ് കഴിയുന്നതും തെക്ക് കിഴക്കിന്റെ കിഴക്ക് വശത്ത് വരരുത്, കുറച്ച് മാറി കിഴക്കിന്റെ ഭാഗത്ത് വരാം ഡോറ്. തെക്ക് കിഴക്കിന്റെ കിഴക്ക് ഭാഗത്ത് നല്ലതല്ല. തെക്ക് തെക്ക് വശമുള്ള ആകെ നീളത്തെ മൂന്നായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അല്ല, കിഴക്ക് ഭാഗത്ത് നീളത്തെ മൂന്നായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ വടക്കേ അറ്റമാണ്, അല്ല തെക്കേ അറ്റമാണ് തെക്ക് കിഴക്കിന്റെ കിഴക്കെന്ന് പറയുന്നത്. അതിനെ മൂന്നായിട്ട് ഭാഗിച്ചാലുള്ള തെക്ക് കിഴക്ക് പാടില്ല എന്നല്ലേ? അതായത് കിഴക്ക് വശത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ തെക്കേ അറ്റത്തുള്ള 1/3 ഭാഗം ഡോറിന് നല്ലതല്ല, ജനലാകാം, അത് വരാൻ പാടില്ല. അവിടെ കൂടെ അകത്തോട്ട് കയറാനോ വെളിയിലോട്ട് ഇറങ്ങാനോ നല്ലതല്ല. അതുപോലെ എപ്പോഴും വടക്ക് ജനലുകളൊക്കെ മാക്സിമം വടക്കും കിഴക്കും തുറന്നിടുന്നതാണ് നല്ലതല്ലേ? എപ്പോഴും അതും ജനലിന്റെ നമ്പറും പറയുന്നുണ്ട് 2:3 എന്നൊരു റേഷ്യോ ഓർമ്മയുണ്ടോ? ജനലുകളും കഥകളും ഒക്കെ തമ്മിൽ നമ്മുടെ വടക്കും കിഴക്കും വടക്ക് കിഴക്കുമായിട്ട് വരുന്ന ജനലും കഥകിന്റെ ആകെ വിസ്തീർണം എടുക്കുക. അതുപോലെ തെക്കും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറുമായിട്ട് വരുന്ന ജനലും കഥകുമായിട്ടുള്ളതിന്റെ ആകെ വിസ്തീർണം എടുക്കുക. അത് കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് 3 ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് 2 ആയിരിക്കണം. 3:2 റേഷ്യോ ആയിരിക്കണം. അതായത് കൂടുതൽ വടക്കും കിഴക്കും വടക്ക് കിഴക്കും ആയിരിക്കണം, കുറവായിരിക്കണം തെക്കും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും. അതിന്റെ റേഷ്യോ ഒരു 3:2 ആണ് ഏറ്റവും നല്ലത്. വേറെ അതുപോലെ ഈ സൂത്രം പോകുന്നതിന് വാതിലുകളില്ലെങ്കിൽ ജനലായാലും മതിയല്ലോ അല്ലെ? മധ്യസൂത്രത്തിന്റെ കാര്യമാണോ പറഞ്ഞേ? മധ്യസൂത്രം മധ്യസൂത്രം കടന്നു പോകുന്നതിന് ജനലോ കഥവോ ഏതായാലും മതി. അപ്പൊ ജനല് ഗ്ലാസ് അടച്ചിരുന്നാലും കുഴപ്പമില്ല, ഗ്ലാസ്സിൽ കൂടെ ഒക്കെ വളരെ ഫ്രാക്ഷൻ ഓഫ് എനർജി അതിന് തടസ്സമാവുള്ളൂ, അത് സാരമില്ല. ഗ്ലാസ് ആയാലും ശരി, തടി ആയാലും സാരമില്ല. കംപ്ലീറ്റ് ഈ 9 ഇഞ്ച് കെട്ട് വരാൻ പാടില്ലെന്നേ ഉള്ളൂ. 9 ഇഞ്ച് പ്രശ്നമുള്ളൂ അല്ലെ? കേട്ടില്ല. കമ്പി വന്നാലോ? ജനലിന്റെ കമ്പിയൊക്കെ ആണെങ്കിലോ? അല്ല, ജനല് അതിലെ കൂടെ എനർജി പാസ് ചെയ്ത് പോകല്ലേ. ഈവൻ വാതില് തടി കൊണ്ടുള്ള വാതിലൊക്കെ ആണെങ്കിലും അതിലെ കൂടെ എനർജി പാസ് ചെയ്ത് പോകും. അല്ലല്ല, വാതിലിന് പകരം ജനലാണ് മധ്യസൂത്രം കടന്നു പോകുന്നെങ്കിൽ അവിടെ കമ്പി, ചിലപ്പോ കമ്പി വന്നാലോ? കമ്പിയുടെ സൈഡിൽ കൂടെ കമ്പി അഥവാ വന്നാലും റൗണ്ട് കമ്പിയൊക്കെ ആണെങ്കിൽ സൈഡിൽ കൂടെ എനർജി പോയിക്കോളും. അതിന് തടസ്സം, ഒരു ചെറിയ കമ്പിയുടെ ഒക്കെ തടസ്സം വന്നാൽ അത് ഒരു പ്രശ്നമല്ല, പക്ഷെ കംപ്ലീറ്റ് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ അത് തടി പലയും സാരമില്ല. ഇപ്പം നമ്മുടെ ഭിത്തിയോ തൂണോ വരുന്നത് നല്ലതല്ല. മറ്റെന്തെങ്കിലും? ഓക്കെ, വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എല്ലാവരും എക്സാമിനേഷൻ നല്ലപോലെ പെർഫോം ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ
അത് പക്ഷെ രണ്ട് കാര്യം, ഒന്ന് ഗ്രൂപ്പിൽ ഇടാം, പക്ഷെ ഗ്രൂപ്പിൽ ഇട്ടതുകൊണ്ട് മാത്രം ഞാൻ ചിലപ്പോൾ ഗ്രൂപ്പെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ആ വിവരം എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ അത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ തരാം. കാരണം ഞാൻ ഗ്രൂപ്പിൽ നോക്കുന്നതിനൊന്നും അത്ര പങ്ക്ച്വൽ അല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇടുന്നത് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും, കാരണം കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പിലിടാം. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഗ്രൂപ്പിൽ തന്നെ വരാൻ നോക്കാം. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ നിർത്തുകയാണ്. അടുത്തായിട്ട് ഇനി നിങ്ങൾ എക്സാമിനേഷൻ ആയിരിക്കും, ഓൺലൈൻ എക്സാമിനേഷനാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡയറക്ടറുടെ ലാലിനോട് ചോദിക്കുക. ഓക്കെ. അതുപോലെ അടുക്കളയില് തീയും വെള്ളവും അടുത്തടുത്ത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതിലെണ്ണം ഇരിക്കുന്നുണ്ടോ സാറേ? തീയും വെള്ളവും, അതായത് ഗ്യാസ് സ്റ്റൗ അതിനടുത്ത് അതല്ല. അതായത് അടുക്കള എന്ന് പറയുമ്പോൾ ശരിക്ക് അഗ്നിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അടുക്കള. അതുപോലെ പിന്നെ നമ്മളെ അവിടെ തന്നെ നമുക്ക് വെള്ളത്തിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ വെള്ളവും തീയും തമ്മിൽ എപ്പോഴും മാച്ച് ചെയ്ത് പോകില്ല. അതുകൊണ്ടാണ് അടുപ്പുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പൈപ്പ് വല്ലതും വെക്കുകയാണെങ്കിൽ ആ പൈപ്പ് ഈ അടുപ്പിനെ അടുപ്പ് വയ്ക്കാൻ തൊട്ടടുത്ത് പൈപ്പ് വയ്ക്കാതെ കുറച്ച് മാറ്റി വയ്ക്കുക. ഇപ്പൊ സിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ സിങ്കിനകത്ത് പൈപ്പ് വരുമല്ലോ. ഹലോ, ആ സിങ്കിന്റെ നമ്മൾ സിങ്ക് വയ്ക്കുന്ന അവിടെ ജലമാണ്. അപ്പം തൊട്ടടുത്തടുത്ത് സിങ്കും പിന്നെ സ്റ്റൗവും കൂടെ തൊട്ടടുത്തടുത്ത് വെക്കാതിരിക്കുക. സ്റ്റൗ വയ്ക്കുന്നത് നമ്മൾ അഗ്നിയാണ്, അവിടെ സിങ്ക് വയ്ക്കുന്നിടത്ത് അവിടെ ജലമാണ്. അപ്പൊ അത് പരസ്പരം മാറി നിൽക്കണം, തൊട്ടടുത്തടുത്ത് വരാൻ പാടില്ല. പ്രത്യേകിച്ചും അടുപ്പ് സൗത്ത് ഈസ്റ്റിലും അടുക്കളയുടെ സൗത്ത് ഈസ്റ്റിലെ അടുപ്പും അടുക്കളയുടെ നോർത്തിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ സിങ്കും വരാമെങ്കിൽ നല്ലതാണ്. നോർത്ത് ഈസ്റ്റ് ജലത്തിന്റെ സ്ഥലമാണ്, നോർത്തും ജലത്തിന്റെ സ്ഥലമാണ്. മാത്രമല്ല ഒരു കുഴി, സിങ്കിന് ഒരു കുഴി പോലെ വരുന്നു. അപ്പൊ അതും നല്ലതാണ് നോർത്ത് ഈസ്റ്റിലൊക്കെ. അപ്പൊ അതുകൊണ്ട് നോർത്തിലോ സിങ്ക് വരുന്നത് നല്ലതാണ്. സൗത്ത് ഈസ്റ്റില് പിന്നെ അടുപ്പ് വരുന്നത് നല്ലതാണ്. അത് കുറച്ച് ഈസ്റ്റിലോട്ടായാലും കുഴപ്പമില്ലല്ലോ. എത്രത്തോളം അതായത് അടുപ്പ് എത്രത്തോളം സൗത്ത് ഈസ്റ്റിലോട്ട് മാറി വരാമോ അത്രയും നല്ലതാണ്. സിങ്ക് എത്രത്തോളം നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നോർത്തിലോട്ടോ മാറി വരാമോ അത്രയും നല്ലതാണ്. അതിൽ നിന്ന് ദൂരം കൂടുന്തോറും അതിന്റെ ഗുണം കുറയും. മറ്റെന്തെങ്കിലും വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ലപോലെ പ്രിപ്പറേഷൻ, അതുപോലെ പ്രോജക്റ്റ് വർക്ക് രണ്ടും കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഒരു 10 മണിക്കാകുമ്പോൾ ഫ്രീ ആവും കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ശരി, അപ്പം സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ അധികം സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് എന്നെ വിളിച്ച് പറയുക. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. ഇനി നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, സംശയങ്ങൾ ചോദിക്കാം ഗ്രൂപ്പില്. ശരി, ഓഫ് ചെയ്യാണ്.